ക്ലാസ്സുകൾ കേൾക്കുന്നതും പഠിക്കുന്നതിനും ഒരു പ്രത്യേക പ്രായപരിധിയൊക്കെ സാധാരണ നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിലും മരണം വരെയും നമ്മൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മുടെ സഭയുടെ വിശ്വാസം ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ആരാധനയിലൂടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ കബറിടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ വിശ്വാസവീരൻ പുണ്യശ്ലോകൻ പരിശുദ്ധനായ പരിമലത്തിരുമേനി തൻ്റെ ജീവിതകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ വളരെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ വളർന്നു എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ചെറുപ്പകാലത്ത് തന്നെ വളരുവാനും പഠിക്കുവാനും വിശ്വാസം ഉൾക്കൊള്ളുവാനും ആരാധനകൾ ശീലിക്കുവാനും സഭയുടെ എല്ലാ നൊയമ്പ് ഉപവാസവും ശീലിക്കുവാനും അതിലൂടെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടുവാനും തക്കതന്വണ്ണം ഇടയായി എന്നുള്ളതാണല്ലോ പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ളത്. ആയതിനാൽ ഇതൊരു ഭാഗ്യമായി കരുതുവാനും സഭയിലുടനീളം നമ്മുടെ വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കത്തക്കതിന്വണ്ണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എല്ലാ ദേവാലയങ്ങളിലും നടക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പല വിഷയങ്ങളാണ് ബുധനാഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയമായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വേദപുസ്തകം, സഭ, പാരമ്പര്യം. വേദപുസ്തകവും സഭയും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ അവയുടെ അർത്ഥങ്ങളും നമ്മുടെ സഭയിൽ ഇതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള വിവരിക്കുന്ന ഒരു ചിന്തകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 ക്ലാസ് ബഹുമാനപ്പെട്ട ഔഗേൻ റമ്പാച്ചൻ എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്, ഇന്നും അടുത്ത ബുധനാഴ്ചയുമായിട്ട്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചൊരു നല്ല ഇൻട്രൊഡക്ഷനും ഏകദേശം ഒരു ധാരണയുണ്ടായിട്ട് അടുത്ത ആഴ്ചയിൽ സ്വല്പം കൂടി ഗഹനമായിട്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുമുണ്ട്. സഭയും വേദപുസ്തകവും പാരമ്പര്യവും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. ആവശ്യമുള്ളപ്പോൾ നോട്ടുകൾ എഴുതാനുള്ള സാവധാനം തരാം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പറയുമ്പോൾ അത് കുറിച്ച് വെക്കുവാനും നോട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കണം. ക്ലാസ്സിന് വരുന്നവർ എല്ലാവർക്കും അറിയാമല്ലോ, ബുക്കും പേനായും ഒക്കെ സാധാരണ കൊണ്ടുവരാറുണ്ട്. ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ കേട്ടാൽ സാധാരണ മറന്നു പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കുവാനായിട്ടിടയാകും. പിന്നീടത് മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാനും അതിടയാകും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും ഒന്ന് എഴുതി സൂക്ഷിക്കുവാൻ തക്കതിന് ഇടയാകണമെന്നും കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം, സ്തുതി ചുവാക്കപ്പെട്ട വിശ്വാസം. ഇത്രയും സ്തുതി ചുവാക്കപ്പെട്ട വിശ്വാസം ലോകത്തിൽ എങ്ങുമില്ല എന്നാണ് നമ്മുടെ സഭ അവകാശപ്പെടുന്നത്, നമ്മളും അവകാശപ്പെടുന്നത്. പക്ഷേ ഈ സഭയിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ തക്കതിന് കഴിയേണ്ടതായിരുന്നു. സഭാചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, മലങ്കര സഭ പുരാതന സഭയാണെന്നും വേറൊരു സഭ ഈ മലങ്കരയിൽ ഇല്ലായിരുന്നു എന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ധാരാളം സഭകൾ, എപ്പിസ്കോപ്പൽ സഭകളെല്ലാം തന്നെ ഉണ്ട്. എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്നത് എപ്പിസ്കോപ്പസി ഉള്ള സഭകൾ, ഓർത്തഡോക്സ്, കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. അതുകൂടാതെ സെക്ടേറിയൻ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ബെന്തിക്കോസ്ത അനുഭാവമുള്ള ആയിരക്കണക്കിന് സഭകളെന്ന് അവകാശപ്പെടാൻ പറ്റുകയില്ല വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിക്ക് വേരുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സഭകൾ ഉള്ളതും. അവരുടെ നടുവിൽ നമ്മൾ വസിക്കുമ്പോൾ, താമസിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസത്തെ അവർ ഭംഗിയായിട്ട് വളരെ വിശദമായി പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തിരിച്ച് മറുപടി പറയാൻ പറ്റാതെയും അത് മനസ്സിലാകാതെയും നമ്മുടെ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് മറ്റ് സഭകളിലേക്ക് ആളുകൾ ചേക്കേറുന്നത്. പ്രത്യേകിച്ച് വേദപുസ്തകവും പാരമ്പര്യവും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയുടെ മക്കളെന്ന നിലയിൽ ഈ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശിശുസ്നാനം മറ്റുള്ള വിശ്വാസത്തെയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് ഈ വിഷയത്തെ ഞാൻ കാണുകയാണ്. വേദപുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഓർത്തഡോക്സ് സഭയിൽ ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കുക, പറയത്തക്കതിന് വണ്ണം മനസ്സിൽ പറഞ്ഞാലും മതി.
ഇന്ന് ലോകത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു സെക്ടേറിയൻ വിഭാഗങ്ങൾ ഉൾപ്പെടെ പല സഭകളുണ്ട്. ആരാധനയാണല്ലോ വിശുദ്ധ വലിയ കുദാശകളാണല്ലോ ഇതിൻ്റെ എല്ലാം മകുടമായിട്ട് നമ്മൾ കാണുന്നത്. ആരാധനകളിലും കുദാശകളിലും ഏറ്റവും കൂടുതൽ വേദപുസ്തകം ഇന്ന് ഉപയോഗിക്കുന്ന വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ, പലയിടത്തും ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ ആൻസർ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും പൊന്തി വരാൻ സാധ്യതയുണ്ട്. അത് ബെന്തിക്കോസ്ത വിശ്വാസത്തിൽപ്പെട്ട സെക്ടേറിയൻ വിഭാഗത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വേദപുസ്തകം ഇന്ന് ഉപയോഗിക്കുന്നതെന്ന്, പ്രത്യേകിച്ച് അവരുടെ ആരാധനകളിൽ. ശരിക്കും നമ്മളത് മനസ്സിലാക്കുക. നിങ്ങൾ ബുക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എവിടെയും വാദിക്കുവാൻ പറ്റും. ഇന്ന് ലോകത്തിൽ ഏറ്റവും വേദപുസ്തകം ഉപയോഗിക്കുന്ന ഒരു സഭ ഇന്ന് ലോകത്തിലില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും സംശയം തോന്നുന്ന, അച്ഛൻ പറയുന്നത് ശരിയാണോ? 100% ശരിയാണ്. 55 വേദഭാഗം ഒരു വിശുദ്ധ കുർബാന പൂർത്തിയാക്കുമ്പോൾ നമ്മൾ വായിച്ചിരിക്കും. 55 വേദഭാഗം വായിക്കുന്ന ഒരു സഭ ഇന്ന് ലോകത്ത്, മറ്റു സഭകളെ ഞാൻ കുറ്റം പറയുകയൊന്നുമല്ല, നമ്മുടെ കാര്യം നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. 55 വേദഭാഗം വായിക്കുന്ന സഭകൾ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. അത് ഓർത്തഡോക്സ് സഭയിലേ ഉള്ളൂ. എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. നിങ്ങൾ സാവധാനം വീട്ടിൽ പോയി വിശുദ്ധ കുർബാനക്രമം അതുപോലെ തന്നെ നമ്മുടെ ആരാധനാക്രമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഇത് വേദഭാഗം മുഴുവനും ഈ ആരാധനാക്രമങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. ഏത് നമസ്കാരവും നമ്മൾ ആരംഭിച്ചാലും ആരാധനയും നമുക്ക് പൂർത്തിയാക്കുവാൻ പറ്റുകയില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. ആയതുകൊണ്ട് വേദപുസ്തകവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തക അധിഷ്ഠിതമായ ഒരു സഭയാണ് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതാണ് വേദപുസ്തകമായിട്ട് ബന്ധപ്പെടുത്തി ആമുഖമായി പറയാനുള്ളത്. പലപ്പോഴും നമ്മളെ കളിയാക്കാറുള്ള, കുറ്റപ്പെടുത്താറുള്ള ഒരു കാര്യമാണ് ഓർത്തഡോക്സ് സഭയിൽ ആരാധനയിൽ മുഴുവനും വേദപുസ്തകമല്ല, പ്രത്യുത കുറച്ച് പാട്ടുകൾ, കുറച്ചു ഇതിപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എഴുതി വച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ അച്ഛൻ ആരംഭിക്കും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആരാധനക്രമത്തിൽ. ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ് അല്ല? നമ്മൾ ചിന്തിക്കുമ്പോഴും അപ്രേമിൻ്റെയും മാർ അപ്രേമിൻ്റെയും മാർ യാക്കോബിൻ്റെയും മാർ ബാലായിയുടെയും ഒത്തിരി പ്രാർത്ഥനകളും പാട്ടുകളും, അതുപോലെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ, പാട്ടുകൾ എല്ലാ ദിവസവും അത് തന്നെ പാടിക്കൊണ്ടിരിക്കുക അല്ലേ? എല്ലാ ഞായറാഴ്ചകളും അത് തന്നെ കേൾക്കുന്നത് പള്ളിയിൽ. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ കുറച്ച് പാരമ്പര്യമായ ആരാധന രീതികളാണുള്ളത്. പുതിയതായ കാലത്തിനൊത്ത് ഉയർത്തേണ്ടുന്നതായ ആരാധന രീതികളില്ല. നമ്മുടെ വിഷയങ്ങൾ വെച്ചുള്ള പ്രാർത്ഥനകളോ നമ്മുടെ ആവലാതികളും ആവശ്യങ്ങളും പറയുന്ന പ്രാർത്ഥനകളോ ഓർത്തഡോക്സ് സുറിയാനി സഭയിലില്ല. കുറച്ച് പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അതിങ്ങനെ കാണാതെ പഠിച്ചും പഠിക്കാതെയും ഇങ്ങനെ ചൊല്ലിപ്പോകുന്നു എന്നൊരു ആക്ഷേപം നമ്മളെക്കുറിച്ച് എല്ലായിടത്തും പറയാറുണ്ട്. അവിടെയും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവിടെയും അത് തെറ്റാണ്. പാരമ്പര്യവുമായിട്ട് നമ്മൾ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്നത്തെ കൂടുതൽ ചിന്തകളും. വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, 55 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. വേദപുസ്തകം ഇത്രയും ബഹുമാനിക്കുന്ന ഒരു സഭ, വേദപുസ്തകത്തെ നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരോട് നമ്മൾ പറയേണ്ടതാണ്. നമുക്കറിയാം, പള്ളിയിൽ കയറി വന്നപ്പോൾ നിങ്ങൾ പടിഞ്ഞാറേ വാതിൽ വഴി വന്നാൽ ആദ്യം കണ്ടത് ഈ വേദപുസ്തകമായിരിക്കും. ഏത് പള്ളിയിൽ ചെന്നാലും ഇതുപോലെ ഒരു പീഠത്തിൽ ഒരു വേദപുസ്തകം വെച്ചിട്ടുണ്ട്. അത് തുറന്നായിരിക്കും വെച്ചിരിക്കും, ചിലപ്പോൾ അടച്ചു വെച്ചിരിക്കും. വേദപുസ്തകത്തെ നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ചെറിയ കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇത് ശരിക്കും നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാര മേശയിൽ ഒരു വേദപുസ്തകം കണ്ടിരിക്കും. അത് വളരെ ഭവ്യമായി, വളരെ ബഹുമാനത്തോടെ, ആദരവോടെ നമ്മളത് കാത്തു സൂക്ഷിക്കും. ചിലരതിൽ തൊട്ട് കുരിശ് വരയ്ക്കുന്നതും കാണാം. അതിൻ്റെ തിയോളജി ഒന്നും ഇല്ല എങ്കിൽ പോലും, പക്ഷേ ഇത് വളരെ ബഹുമാനത്തിൻ്റെ സൂചകമായിട്ടാണ്. അതുകൊണ്ട് ചിലർ കൈമുത്താൻ വരുമ്പോൾ അതേ മുത്തിയച്ച് വരുന്നത് കാണാം. വേദപുസ്തകത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ സഭയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുപോലെ വിശുദ്ധ മദ്ബഹായിൽ കയറിയാൽ ത്രോണോസിനാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളവിടെ വെച്ചിരിക്കുന്ന. നോക്കിയാൽ ത്രോണോസിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ത്രോണോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഏതിനായിരിക്കണം? ഏവൻഗേലിയോൻ മേശ, ഏവൻഗേലിയോനാണ്. ഏവൻഗേലിയോന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആരാധനയാണ്. ത്രോണോസ് മുത്തിക്കഴിഞ്ഞാൽ പിന്നെ മുത്തുന്നത് എവിടെയാണ്?
ഏവൻഗേലിയോൻ മേശയിലാണ് മുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, വളരെ ഭവ്യതയോടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു പീഠമാണ് ഏവൻഗേലിയോൻ പീഠം, ഏവൻഗേലിയോൻ മേശ. ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ വേദപുസ്തകത്തിൻ്റെ സ്ഥാനം വളരെ ഉന്നതമാണെന്ന് പറയുവാൻ വേണ്ടി ചില ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും വേദപുസ്തകത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആര് മദ്ബഹായിൽ കയറിയാലും ത്രോണോസിൽ മുത്തിയാൽ അതിനുശേഷം ഏവൻഗേലിയോന് വളരെ ബഹുമാനത്തോടെ ഭവ്യതയോടെ മുത്തും. ആ ഏവൻഗേലിയോൻ മേശയിൽ യാതൊന്നും വെക്കാറില്ല, ഈ വിശുദ്ധ വേദപുസ്തകം മാത്രമേ വെക്കുകയുള്ളൂ. ഏവൻഗേലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, സുവിശേഷം എന്നുള്ള അർത്ഥം. വിശുദ്ധ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ത്രോണോസിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് വളരെ ഭംഗിയായി ഏവൻഗേലിയോൻ മേശ അവിടെ സൂക്ഷിക്കുന്നു. അതിൻ്റെ മുകളിൽ അതിൻ്റെ വളരെ ഭംഗിയായിട്ട് വേദപുസ്തകവും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇനി ഇത് വായിക്കുമ്പോൾ എത്രയോ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ വേദപുസ്തകം അവിടെ വായിക്കുന്നത്. സാധാരണ നമ്മൾ വേദപുസ്തകം വായിക്കുന്ന ശൈലിയിലല്ല, മറ്റുള്ളവർ വേദപുസ്തകം വായിക്കുന്നത് പോലെ അല്ല നമ്മൾ വേദപുസ്തകം അവിടെ വായിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശുദ്ധ കുർബാനയിലോ ഏത് കൂദാശകളിലോ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ വിശുദ്ധ ത്രോണോസിൽ ഈ ഏവൻഗേലിയോൻ മേശ ഈ വേദപുസ്തകം ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ച്, അതിനുമുമ്പൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പായിട്ട്. എന്നിട്ട് വളരെ ആഘോഷത്തോടുകൂടി രണ്ട് സൈഡിലും രണ്ട് മെഴുകുതിരികൾ കത്തിച്ച മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഈ ദൈവത്തിൻ്റെ വചനം ലോകത്തെ അന്ധകാരത്തെ മാറ്റട്ടെ എന്നുള്ള ആശയത്തോടു കൂടി ഈ മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ച് ദൈവദൂതന്മാരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് രണ്ട് മറുബഹസ, ആ പേര് അതുപോലെ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ചിലർ അറിയാതെ മറുവാസ എന്നൊക്കെ അറിയാതെ പറയാറുണ്ട്. ഒരു ചെറിയ പള്ളി പണിഞ്ഞപ്പോൾ ആളുകളിങ്ങനെ ഇടയ്ക്കെന്ന് പറയുന്നതേ ഉള്ളൂ, വിഷയമായിട്ട് ബന്ധമൊന്നുമില്ല. ആ മധുബാഹയിലെ സാധനങ്ങൾ മുഴുവനും പുതിയ പള്ളിക്ക് സംഭാവനയായിട്ട് വരുമല്ലോ. കമ്പയിൽ പിടിച്ച് കുലുക്കുന്നത് എൻ്റെ വകയായിട്ട് ഇരിക്കട്ടെ, പറയാനറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ച് മറുബഹസ സ്പീഡിൽ പറയുമ്പോൾ മറുബഹസ എന്നങ്ങ് പറഞ്ഞാൽ മതി. ആ മറുബഹസകൾ ദൂതന്മാരുടെ മാലാഖന്മാരുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. മാലാഖന്മാർ പറന്ന് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന പ്രതീതിയാണ് അത് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇത് കിലുക്കിക്കൊണ്ട് മാലാഖന്മാർ പറന്ന് പുറകിൽ പുരോഹിതൻ മുന്നിൽ രണ്ട് മെഴുകുതിരികൾ സൈഡിൽ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് ഈ ഏവൻഗേലിയോൻ പൊക്കി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്, അല്ലേ? ജനത്തിൻ്റെ അടുത്തേക്ക് അത് തുറന്നിട്ട് വായിക്കുകയാണ്. അവിടെ ശുശ്രൂഷക്കാരൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ വളരെ, കാരണം വേദപുസ്തകത്തിന് നമ്മുടെ സഭ കൊടുക്കുന്ന സ്ഥാനം വളരെ ഉന്നതമാണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം മറ്റുള്ളവരെ. ഓർത്തഡോക്സ് സഭയ്ക്ക് വേദപുസ്തകമില്ല, സ്ഥാനമില്ല. ആരാധനയ്ക്ക് പാരമ്പര്യമായ പാട്ടുകൾക്കും വേദഭാഗങ്ങൾക്കുമാണ് സ്ഥാനമെന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉന്നതമായ സ്ഥാനം മറ്റുള്ളവരെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെയാകുവാൻ ഈ ക്ലാസ് മുഖാന്തരമാകട്ടെ നമുക്ക് വേണ്ടി ഓർമ്മിച്ചുകൊണ്ട് അവിടെ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്, പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരൻ്റെ ഉച്ചത്തിൽ ചൊല്ലുന്ന ഭാഗമുണ്ട്. വാർക്കുമോ എന്ന് ചൊല്ലിയിട്ട് വളരെ വിശ്വസിച്ചിടുകയാണ് ശ്രദ്ധിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ വിശ്വാസികൾ നിൽക്കേണ്ടതെങ്ങനെ? നാം അടക്കത്തോടും ഭയത്തോടും, അല്ല അടക്കമൊന്നും വേണം, അല്ല ഭയം വേണം. കാരണം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ മോശയോട് ദൈവം സംസാരിച്ചതുപോലെ, താബോർ മലയിൽ മോശയോട് വേദിയായോട് സംസാരിച്ചതുപോലെ, സീനായി മലയിൽ സംസാരിച്ചതുപോലെ നാം അടക്കത്തോടും ഭയത്തോടും നല്ല വണക്കത്തോടും ചെവി കൊടുത്ത് ശ്രദ്ധിച്ച് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം ഏവൻഗേലിയോൻ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം എല്ലാവരും കേൾക്കണമെന്ന് ഉച്ചത്തിൽ അവിടെ ഉച്ചത്തിലാണ് ചൊല്ലുന്നത്. ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ മൈക്കിനകത്തോട് ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഉച്ചത്തിൽ അത് ചൊല്ലുമ്പോൾ ജനമെല്ലാം അത് സ്വീകരിക്കുന്നു. അതിനുശേഷം പട്ടക്കാരൻ ഡയറക്റ്റായിട്ട് അങ്ങ് വായിക്കുകയല്ല വേദപുസ്തകം. ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം അച്ഛൻ പറയും, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ സമാധാനമുണ്ടാകട്ടെ. ചില പുരോഹിതന്മാർ ഈ വേദപുസ്തകം തന്നെ കുരിശായിട്ട് വരയ്ക്കും. ഈ ദൈവത്തിൻ്റെ വചനത്തിന് അത്രമാത്രം ശക്തിയുള്ളതാണ്. ഈ ജനത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കുവാൻ ദൈവത്തിൻ്റെ വചനം മതിയായതാണ്. ചിലർ പറയും
ഓർത്തഡോക്സുകാരുടെ കുർബാനയിൽ വചനപ്രാർത്ഥനയില്ല. സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിലകം അധികം എന്താണ് പ്രിയമുള്ളവരെ ഭാഗ്യം? എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. തിരിച്ച് പുരോഹിതനോട് ഞാൻ മറുപടിയായി അവിടുത്തെ ആത്മാവിനും ഉണ്ടാകട്ടെ. അതിനുശേഷം പറയുന്നത് ജീവൻ നൽകുന്ന സുവിശേഷമായ, എന്ത് നൽകുന്നതാ? ജീവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ, ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ ഇന്ന ശ്ലീഹായിൽ നിന്നും, അത് സുറിയാനിയിലും മലയാളത്തിലും പറയാറുണ്ട്. ജീവനും രക്ഷയും തരുന്നതാണ് വേദപുസ്തകമെന്ന് അവിടെ പ്രസംഗിക്കുക. എന്തിനാണ് പ്രസംഗം? ഇതിൽ ജീവനുമുണ്ട്, രക്ഷയുമുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുവാനുള്ള സകലതും ഇതിലുണ്ടെന്ന് സഭയെ വിശ്വാസികളെ സഭ പഠിപ്പിക്കുകയാണ്. ഇതിൽ രക്ഷയുണ്ട്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങളോട് പ്രസംഗിച്ചു. അച്ഛനല്ലല്ലോ, ദൈവമാണല്ലോ നമ്മോട്, ദൈവത്തിൻ്റെ വചനം രക്ഷയാകുന്നു എന്ന് ഉച്ചത്തിൽ നമ്മോട് ഘോഷിച്ചു. ജീവനും രക്ഷയും ഘോഷിക്കുകയാണ്. നമ്മൾ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാക്കുകളാണ്. അപ്പോൾ ജനം നല്ല മറുപടി, ഒരു വിശ്വാസ പ്രമാണം പോലെ നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകും, നീ രക്ഷയെ തന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നമ്മൾ അറിയാതെ പറയുന്നതാണ് കേട്ടോ, ചിലപ്പോൾ അറിഞ്ഞു പറയുന്നവരുമുണ്ടാകാം. ഇതറിഞ്ഞു പറയണം, എനിക്ക് രക്ഷയെ തന്നതിനായി, എനിക്ക് സമാധാനത്തെ തന്നതിനായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേലും തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മളത് മറുപടിയായി അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഒരു വിശ്വാസ പ്രമാണം പുരോഹിതൻ ഏറ്റുചൊല്ലുകയാണ്. എന്ത്? വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന ദൈവത്തിൻ്റെ ജീവൻ്റെ വചനവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം അരുളി ചെയ്തു, അല്ലെങ്കിൽ സംഭവിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലും. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. നോക്കണം, എത്ര സമയമാണ് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നത്. നമ്മൾ വിശ്വസിച്ചേറ്റു പറയുന്നു, ദൈവമേ നീ ഞങ്ങളുടെ രക്ഷകനാണ്, നീ ഞങ്ങളുടെ സമാധാനമാണ്, നീ ജീവനുള്ള വചനമാണ്, സകലത്തിലും മതിയായവനാണ്. പ്രിയമുള്ളവർ, അടുത്ത ഞായറാഴ്ച അടുത്ത കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ആരാധിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ബഹുമാനപ്പെട്ട അച്ഛനല്ല വായിക്കുന്നത്, ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുകയും. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഓർത്തഡോക്സ് സഭ ഇത്രമാത്രം ഉന്നത സ്ഥാനമാണ് കൊടുക്കുന്നത്. എത്രയോ ഭവ്യതയോടെ ബഹുമാനത്തോടു കൂടി അങ്ങനെ അച്ഛൻ വായിച്ചിട്ട് അവസാനം പിന്നെയും ഷൈനോ ലക്കുൽഹു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഇത് കേട്ടതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ. അർത്ഥമുള്ള വേദഭാഗങ്ങളാണ് ആ സമയത്തോടെ വായിക്കാറുള്ളത്. ആയതിനാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിന് സഭ കൊടുക്കുന്ന വളരെ സമുന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ഒന്ന് പറയുവാൻ വേണ്ടി ആ സമയത്ത് ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കൂദാശകളിലും വേദപുസ്തകം ഇല്ലാതെ നമുക്കൊക്കുകയില്ല. വേദപുസ്തകത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പ്രിയമുള്ളവർ, പട്ടംകുട ശുശ്രൂഷ എല്ലാവരും കണ്ടിരിക്കും അല്ല? ഇപ്പോൾ പട്ടംകുട ശുശ്രൂഷ കാണാത്തവരായി ഇവിടെ ആരും ഉണ്ടാകുകയില്ല. ആ കുദാശയുടെ അവസാന ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം വരുമ്പോഴത്തേക്ക് ഈ കാർമ്മികൻ സ്ഥാനാർത്ഥിയുടെ തലയിൽ ഈ വേദപുസ്തകം വെച്ച അവിടെ ഏവെങ്കിലും പീഠമായിട്ട് ഈ സ്ഥാനാർത്ഥിയുടെ തലയിലേക്ക് അവിടെ തല കുനിച്ചു നിർത്തിക്കൊണ്ട് തലയിൽ വെച്ചിട്ടാണ് ഇത് വായിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയിലേക്ക് ദൈവത്തിൻ്റെ വചനം ഒഴുകി ഇറങ്ങുകയാണ്. വലിയ അർത്ഥവത്ത, ഇത്രമാത്രം ഉന്നതമായ സ്ഥാനം കൊടുക്കുന്ന ഒരു സഭയിൽ വേദപുസ്തകം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന അനേകർ ഇന്നുണ്ടെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിന്റെ സ്ഥാനം അതാണ്. ആരാധനയെ പരിശോധിച്ചാൽ, നമസ്കാരം പാട്ടുകളെ പരിശോധിച്ചാൽ, ഞാൻ പറഞ്ഞുവല്ലോ എത്ര വേദഭാഗമായി വിശുദ്ധമാനം മതിയാകുമ്പോൾ 55 എഴുതി വെച്ച് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, പറയണം. 55 വേദഭാഗം പാലിക്കുന്ന ഒരു സഭയിൽ വേദപുസ്തകമില്ല എന്ന് കളിയാക്കുമ്പോൾ നമ്മളും പറയും ശരിയാണ്. കഴിഞ്ഞ ആഴ്ച പോയി അന്നും കേട്ടില്ല, പാട്ടുകൾ മാത്രമേ കേട്ടുള്ളൂ. ഇനി ഒന്നുകൂടി പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കാം. വിശുദ്ധാരാധന ആരംഭിക്കുമ്പോൾ ഒരു പാട്ട്, ഒരു വേദഭാഗം അല്ലേ? കെംദാ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കെംദാ നമസ്കാരങ്ങൾ ഞായറാഴ്ച രാവിലെ അണിയിരിക്കും. ഒരു പാട്ട് കേൾക്കണം, മഹിമയോടെ അതിനുശേഷം അടുത്ത വേദഭാഗം വായിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമസ്കാരത്തിനൊക്കെ ആളുകൾ താമസിച്ച് വരുന്നുണ്ട്, കേൾക്കുന്നതെന്ന് സംശയമാണ്. എന്തോ ഒരു മനോഹരമായ വേദഭാഗങ്ങളെ വായിക്കും. പഴയ നിയമത്തിൽ നിന്നും
പുതിയ നിയമത്തിൽ നിന്ന് ഒരു പാട്ട് പാടി വേദപുസ്തകം വായിക്കുക, 10-12 അധ്യായം അങ്ങ് വായിക്കുക. നമ്മൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ അധ്യായമൊക്കെ വായിച്ച് തീർന്നിരിക്കും. ഒരു പാട്ട് പാടും, അതിനുശേഷം വേദപുസ്തകം ഇതല്ലേ നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ വായിക്കുന്നതും. അങ്ങനെ 10-12 അധ്യായങ്ങൾ വായിച്ച് തീർന്നതിന് ശേഷം അച്ഛൻ പ്രിമിയൻ വായിച്ച് ബാക്കി പാട്ടുകൾ പാടി അച്ഛൻ തുയ്യോബോയ്ക്ക് അവിടെ കയറുന്നു, ഒരുക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുന്നു. ഒരുക്ക ശുശ്രൂഷയ്ക്ക് കയറുമ്പോഴും അച്ഛൻ അവിടെ സങ്കീർത്തനങ്ങളും വേദഭാഗങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വേറെ ഒരു ക്രമമുണ്ട് അതിൻ്റെ ഫുഡ് നോട്ടായിട്ട് സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ താഴെ നിന്നുകൊണ്ട് ജനം വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പാട്ടുകളായി പാടുന്നു. അല്ലേ, വേറെന്തോ പാടാനുള്ളത്? നമുക്ക് വേറൊന്നും പാടാനില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങൾ പദ്യരൂപത്തിൽ പാടിക്കൊണ്ട് ജനം താഴെ ഇരിക്കുന്നു. എസ്തീറ മത്സ്യത്തിൻ്റെ കാര്യമൊക്കെ ഇല്ലേ പാടും, മോശ ചമച്ചോര, അതെല്ലാം പാടുന്നത് വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ് പാടുന്നത്. അങ്ങനെ പാടിയതിന് ശേഷം എല്ലാവരും അങ്ങ് ഇരിക്കുന്നു. ക്ഷീണം കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, വേദപുസ്തക അധിഷ്ഠിതമായ സഭയിൽ നമസ്കാരത്തിന് ശേഷം വേദധ്യാനമാണ്, ഒരു ധ്യാനത്തിൻ്റെ സമയമാണ്. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്രൂഹ പാടി. നമ്മളപ്പോഴും പെട്ടെന്ന് ഇരുന്ന് പോകുന്നത് കൊണ്ടാണ് പരിശുദ്രൂഹ പാടുന്നത് കേൾക്കാനായിട്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോകുന്നവരും ഉണ്ടായിരിക്കാം, അത് പിന്നെ ക്ഷീണം കൊണ്ടാണ്. പോട്ടെ, അവിടെ ഇനി ശ്രദ്ധിക്കുക, ആരാധന, നമസ്കാരങ്ങൾ, വിശുദ്ധ കൂദാശകൾ, കുർബാനകൾ എല്ലാം വേദപുസ്തക അധിഷ്ഠിതമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 3 വേദഭാഗം നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം വായിക്കും. മിനിമം 3, അതിൽ കൂടുതലുണ്ട്. ഏതൊക്കെയാണ് വായിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോശയുടെ 5 പുസ്തകത്തിൽ നിന്ന്, പഞ്ചഗ്രന്ഥത്തിൽ നിന്ന്, പെന്ററ്റൂക്ക് ഇതിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചിരിക്കും. അടുത്ത ആഴ്ച ശ്രദ്ധിക്കുക. മോശയുടെ അല്ലെങ്കിൽ ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ 2-ാം പുസ്തകത്തിൽ നിന്നും ബറഖുമോർ എന്ന് ട്യൂണിൽ ചൊല്ലുന്നു. അതിന് മറുപടി നമ്മൾ ചൊല്ലാറുണ്ട്. അവിടെ മോശയുടെ ഒരു വേദഭാഗം 5 പുസ്തകത്തിൽ നിന്ന് വായിച്ചിരിക്കും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം ഈ പ്രവാചകന്മാരുടെയും മോശയുടെ പുസ്തകത്തിന് ഇടയിലുള്ള ഒരു ഭാഗം 3 വേണമെങ്കിൽ ഒത്തിരിയായിട്ട് തിരിക്കാം. പെട്ടെന്ന് പറയുമ്പോൾ മോശയുടെ 5 പുസ്തകം, പ്രവാചകന്മാരുടെ പുസ്തകം, അതിനിടയിലുള്ള കുറച്ച് രാജാക്കന്മാരുടെ, നിവ്യന്മാരുടെ സങ്കീർത്തനങ്ങൾ, എഴുത്തുകളായിട്ടൊക്കെയുള്ള പുസ്തകങ്ങൾ. ഇനി 3 തിരിക്കാം പഴയ നിയമത്തെ 3 മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ ഒരു ഭാഗം, പിന്നീട് ഞാൻ പറഞ്ഞു പ്രവാചക പുസ്തകം അല്ലാത്ത ഒരു വേദഭാഗം വായിക്കും. അത് പ്രധാനപ്പെട്ട ഏറ്റവും തെരഞ്ഞെടുത്ത പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ആഴ്ചമാരുമായി വായിക്കത്തക്കതാണ്. അതിനുശേഷം പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചു, അതില്ലാതെ നമുക്ക് പൂർത്തീകരിക്കുന്നില്ല. ഏതെങ്കിലും പള്ളിയിൽ വായിക്കാൻ അത് ചിലപ്പോൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ടോ, സമയം പ്രശ്നമല്ല. 3 അധ്യായം വായിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. നമുക്ക് ഡിക്ഷണറി ഒരു വേദവായന അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സഭയിൽ നിർദ്ദേശം പ്രത്യേകമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ശുശ്രൂഷക്കാർ കൂടി അത് കേട്ടിട്ടേ എന്നുള്ളതാണ്. പല പള്ളികളിലും ശുശ്രൂഷക്കാർ നിരനിരയായി കേൾക്കും. അതിനുശേഷമാണ് വരിയായിട്ട് വായനക്ക് സീരിയൽ നടക്കാൻ കേൾക്കും. അങ്ങനെ ഈ വേദപുസ്തകം വായിക്കുന്ന ഒരു ധ്യാനം, അവിടെ നിന്നുകൊണ്ട് ആ ദിവസത്തെ പ്രാധാന്യത്തെ അറിയിച്ചുകൊണ്ട് ഒരു പ്രത്യേക വായനകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങളെല്ലാവരും വേദപുസ്തകം ഉള്ളത് എനിക്ക് സന്തോഷമുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇത് നമ്മൾ നോക്കിയിരിക്കണം. ഈ വായിക്കുമ്പോൾ അത് നമ്മൾ നോക്കി ഇരിക്കണം. ആരും പറയത്തില്ല നിങ്ങൾ ബന്ധുക്കൂസുകാരാണ്. ഓർത്തഡോക്സ് സഭ വേദപുസ്തക അധിഷ്ഠിത സഭയാണ്. ഒരു കുർബാനക്രമവും ഒരു വേദപുസ്തകവും നമ്മുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയിക്കേ ആ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്തോ ഒരു സന്തോഷമാണ് കാണുന്നറിയാമോ? ഞാൻ പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ അച്ഛന്മാർ ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഒത്തിരി സന്തോഷം ജനിപ്പിച്ചിട്ടുള്ള കാര്യം, ചില സഭകളിലെ ആളുകൾ പള്ളി പിരിഞ്ഞു പോകുമ്പോൾ കയ്യിൽ നെഞ്ചോട് ചേർത്തൊരു വേദപുസ്തകവും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അങ്ങ് കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ. അതൊരു സന്തോഷമാണ്. അല്ലാതെ കൈ വീശി പോകുന്നത് അത് നമ്മുടെ രീതിയല്ല. പതുക്കെ നിന്നിപ്പോൾ കുർബാനക്രമവും പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ റാക്ക് വെച്ചിരിക്കുക. ചില പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ല നീളത്തിൽ വലിയ ഒരു ശവപ്പൊട്ടിയെക്കാട്ടിലും നീളത്തിലുള്ള വലിയ മേശ വെച്ചിട്ട് അതിന് മുഴുവൻ പുസ്തകം നമ്മളിങ്ങനെ ഈസിയായിട്ടല്ല. നമുക്കൊരു കുർബാനക്രമം സ്വന്തമായിട്ടിരിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകം വേറെ സ്വന്തമായിട്ടിരിക്കട്ടെ, അത് പള്ളിയിൽ കൊണ്ടുപോയി ആരാധിക്കട്ടെ. വേദപുസ്തകത്തിന് അധിഷ്ഠിതമായ സമയം ആരും കളിയാക്കുകയില്ല. കളിയാക്കിയാൽ ദൈവത്തിന് സന്നിധി വിലപ്പെട്ടതായിട്ട് യാതൊരു സംശയം. അതുകൊണ്ട്
പുരോഹിതങ്ങൾ ശ്രമിക്കണം, അത് കൊണ്ടുപോകണം എന്ന് സ്നേഹത്തോട് അറിയിക്കുന്നു. മറ്റ് സഭകൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷങ്ങൾ പറഞ്ഞു വായിച്ചു. അതുകൊണ്ട് ഇത്രയും വേദപുസ്തകം വായിക്കുന്ന ഒരു സഭയിൽ എന്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോയിക്കുക ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക. അതിനുശേഷം എല്ലാവരും കൂടി എഴുന്നേറ്റ് ഉച്ചത്തിൽ പാട്ട് പാടുക. ഞാൻ ലോകം വെളിച്ചമാകുന്ന പാട്ട്. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ ഞങ്ങൾ കാണട്ടെ. ഈ വേദഭാഗങ്ങളും വായനകളുമൊക്കെ ഞങ്ങൾക്ക് വെളിച്ചം നൽകട്ടെ. അതിലേട് പാടുന്നു. വേറെന്താ പാടുന്നത്? വിശുദ്ധ കുർബാനയിൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു എത്ര വേദഭാഗം വേദപുസ്തകത്തിലെ മുഴുവനും പാട്ടായിട്ട് പാടി അതിനുശേഷം എല്ലാവരും ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്നു, വേദപുസ്തകം വായിച്ചുകൊണ്ട്. അതിനുശേഷം പിന്നെയും വേദപുസ്തകത്തിലെ വചനങ്ങൾ പാടിക്കൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഒരു വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുന്നു. വിശ്വാസ പ്രമാണം ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വേംകുലിയും വായിച്ചപ്പോൾ തന്നെ നമ്മൾ കേട്ടു, അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുമോ നീ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, സഹോദരൻ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു പറയും ഇത്ര മാസം ഇത്രാം തീയതി, ഇപ്പോൾ സമയം പറയുന്നുണ്ടെന്നല്ലേ പറയാറുണ്ട്, 3 മണിക്ക് 9 മണിക്ക് ഞാൻ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. പറയണം സഹോദര, ഞാൻ നമ്മുടെ വയസ്സ് വെച്ച് നമ്മുടെ മാമോദീസയുടെ ഡേറ്റ് നമുക്കറിയാമോ എന്ന് സംശയമാണ്. അടുത്തിടയിൽ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാന 12 വയസ്സിൽ ഇപ്പം നമുക്കൊരു ശീലമുണ്ടല്ലോ. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ കുഞ്ഞുങ്ങൾക്കൊരു ക്ലാസ് എടുത്തപ്പോൾ ബർത്ത്ഡേ എല്ലാവർക്കും അറിയാം. കാരണം ബർത്ത്ഡേ കേക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. മോൻ്റെ കുഞ്ഞിൻ്റെ സ്വർഗത്തിൽ പേരെഴുതിയ ബർത്ത്ഡേ അറിയാമോ ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പിടിയില്ലായിരുന്നു മാമോദീസയുടെ ഡേറ്റ് നമുക്കിനി പ്രായമായിട്ട് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിനേക്കാൾ കൂടുതൽ കേക്ക് മുറിക്കേണ്ടത് കുഞ്ഞിൻ്റെ മാമോദീസ. കാരണം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട് വീണ്ടും ജനിച്ച ദിവസം കുഞ്ഞിൻ്റെ മാമോദീസയാണ്. മനസ്സിലായി? അത് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ആ ദിവസം കൂടി പറയുവാനായിട്ട് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചാൽ ഒത്തിരി നല്ലതായിരുന്നു. പോകട്ടെ, ഇടയ്ക്ക് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധ കുദാശകളിൽ സംബന്ധിക്കുമ്പോൾ, കുർബാനകളിൽ സംബന്ധിക്കുമ്പോൾ ഈ നമ്മൾ ഏറ്റുപറഞ്ഞതുമൊക്കെ ഒന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. വിശുദ്ധ കുർബാനയിൽ നിന്മാതാവ് വിശുദ്ധന്മാർ, ഇപ്പോൾ എല്ലാം പാട്ടാണ് പാടുന്നത് അല്ലേ? പഴയ കാലത്ത് മുഴുവൻ ഗദ്യമായിരുന്നു സ്വഭാവപ്രകാരം, ഇപ്പോഴും ഗദ്യമുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിക്കേ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഷോർട്ട് ഫോം ആദ്യം പറയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി, അത് രക്ഷകനായിട്ടുള്ള ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡെഫിനിഷൻ? വിശുദ്ധ കന്യാമറിയാമിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ അവിടെ കൊടുത്തിട്ട് അത് അവിടെ 2, 4 കൊച്ചു പാരഗ്രാഫുകളാണല്ലോ അതെല്ലാം. അങ്ങനെ സഭയെക്കുറിച്ചും മാമോദീസായെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് പുരോഹിതൻ അവിടെ വിശുദ്ധ, അതിന് വേറെ അർത്ഥമൊക്കെ ഉണ്ട്, കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരു വിശ്വാസ പ്രമാണം പാട്ടിലൂടെ ഏറ്റുചൊല്ലിയിട്ട് ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാരോടും വിശ്വാസികളോടും ചേർന്ന് നമ്മൾ ഉച്ചത്തിൽ ചൊല്ലുകയാണ്. ചൊല്ലിയതിന് ശേഷം ചെല്ലുന്നത് എന്തുവാ? അപ്പോൾ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൻ്റെ 3 വേദഭാഗം നമ്മൾ വായിച്ചു. ഏതൊക്കെയായിരുന്നു? ഞാൻ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പെട്ടെന്ന് മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മോശയുടെ 5 പുസ്തകത്തിൽ നിന്നൊരു വേദഭാഗം, പ്രവാചകന്മാരുടെ ഒരു വേദഭാഗം, പ്രവാചകന്മാരുടെയും മോശയും ഇടയിലുള്ള എഴുത്തുകൾ, രാജാക്കന്മാർ, അങ്ങനെ ഒത്തിരി സങ്കീർത്തനങ്ങളെല്ലാം ചേർത്തിട്ട് അതെല്ലാം കൂടി ഒരു ഭാഗം, അതിൽ നിന്നൊരു വേദഭാഗം, മിനിമം 3 വേദഭാഗം വായിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായി എന്നുള്ളതല്ല, സ്വഭാവപ്രകാരം മരണമില്ലാത്തവനെന്ന് പറഞ്ഞ നിന്മാതാവ് വിശുദ്ധന്മാർ, നല്ലൊരു കൊച്ചു വിശ്വാസ പ്രമാണത്തിൻ്റെ ഷോർട്ട് ഫോം അവിടെ ചൊല്ലിയതിന് ശേഷം ദൈവത്തെ ട്രൈസാഗിയോൻ ചൊല്ലി തൃത്വത്തിൽ പാടിപ്പുകൾ. ദൈവമേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഉശാന എന്ന അർത്ഥത്തിൽ ചൊല്ലുകയാണ്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്. അതിൽ കൂടി ഒരു പ്രാർത്ഥന എന്തോ പ്രിയമുള്ളത്, ദൈവത്തിനെ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരുടെ പ്രാർത്ഥനയാണ്? സ്വർഗത്തിലെ മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ആര് ചൊല്ലിയതായത്? മാലാഖമാർ ചൊല്ലി. ഏത് വേദഭാഗമാണെന്ന് പറയാമോ? യെശയ്യാവ് കണ്ട ദർശനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചു നോക്കിക്കേ. അത് മുഴുവനും ആരാധന, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അതിനുശേഷം വേദപുസ്തകത്തിൽ ഇനി ബാക്കിയുള്ളത് പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൻ്റെ ഒരു വേദഭാഗം, പുതിയ നിയമത്തെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് 4 സുവിശേഷങ്ങൾ, എല്ലാവർക്കും അറിയാമല്ലോ സുവിശേഷങ്ങൾ. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. പിന്നീട് പൗലോസ് ശ്ലീഹായുടെ 14 ലേഖനങ്ങൾ അല്ലേ? 13, 1, 14 എഴുതുമ്പോൾ എഴുതണേ, അതായിരിക്കും ഇച്ചിരിയുടെ കേൾക്കാൻ സുഖം. പൗലോസ് ശ്ലീഹായുടെ 14 ലേഖനങ്ങൾ, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ 13+1 ഞാൻ പറയാം എന്താണെന്ന്. അതിനുശേഷം
പൗലോസ് ശ്ലീഹായുടെ അല്ലാത്ത ലേഖനങ്ങൾ. അങ്ങനെ നമുക്ക് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തെ നമുക്ക് അങ്ങനെ തിരിക്കാം, 3 ആയിട്ട് തിരിക്കാം. 1 സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ, പൗലോസ് ശ്ലീഹായുടെ 13, 1, 14 ലേഖനങ്ങൾ, പൗലോസ് ശ്ലീഹായുടെ അല്ലാത്ത ലേഖനം, ഈ അപ്പോസ്തല പ്രവൃത്തികൾ, അങ്ങനെ ഒത്തിരി പത്രോസ് ശ്ലീഹ, യാക്കോബ്, അങ്ങനെ ലേഖനങ്ങൾ. ഇതിൽ പൗലോസ് ശ്ലീഹായുടെ 13, 1, 14 എന്ന് പറയുവാൻ കാരണം 13 ലേഖനങ്ങൾ പൗലോസ് ശ്ലീഹ എഴുതിയെന്ന് എല്ലാ പണ്ഡിതന്മാരും അവകാശപ്പെടുന്നുണ്ട്. അത് കൺഫേം ചെയ്തിട്ടുമുണ്ട്. എബ്രായ ലേഖനം മാത്രം ഒരു സംശയമുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ശ്രീ സമാജത്തിലൊക്കെ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഈ വർഷത്തെ ശ്രീ സമാജത്തിൻ്റെ പരീക്ഷയും എനിക്ക് തോന്നുന്നു എബ്രായ ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ എബ്രായ ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയതല്ല എന്നും ചിലർ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ്, എന്നാൽ അന്നത്തെ കാലത്ത് എഴുതുവാൻ യോഗ്യൻ പൗലോസ് ശ്ലീഹയാണ്, അത്രമാത്രം പാണ്ഡിത്യത്തോട് എഴുതുവാൻ എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ കൂടുതൽ അഭിപ്രായം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹയുടെ നാമത്തിലാണ് എബ്രായ ലേഖനവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 13, 1, 14 പൂവിലെ ശേഷം പാട്ടിൻ്റെ സമയത്ത് ഇവിടെ പൗലോസ് ശ്ലീഹയുടെ അല്ലാത്ത ഒരു ലേഖനം വായിക്കും. ശുശ്രൂഷക്കാരൻ, എൻ്റെ വാത്സല്യമുള്ളവർ കേൾക്കുവീൻ എന്ന് പറഞ്ഞിട്ട് ഹാബീബായ് ബാറക്കുമോർ, അല്ലേ? ഹാബീബായ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാത്സല്യമുള്ളവരെ. ചില കുഞ്ഞുങ്ങൾക്ക് പേരുണ്ട് ഇപ്പോൾ, ഹാബീബായ്. ഹബീബ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരു ഹബീബ് അച്ഛനൊക്കെ ഉണ്ട്, അച്ഛന്മാരുടെ പേരുമുണ്ട് ഹാബീബ്. കേൾക്കുമ്പോൾ മുസ്ലിമാൻ തോന്നിക്കും. അത് ഹബീബായ്, വളരെ ശുശ്രൂഷക്കാരൻ. ആരെങ്കിലും കുഞ്ഞുങ്ങൾ മുണ്ടാതിരുന്നാൽ അറിയാൻ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആ വേദഭാഗം വായിക്കുന്നു. അപ്പോൾ ഏതൊക്കെ വായിച്ചു? പഴയ നിയമം മുഴുവൻ വായിക്കുന്നു, പൗലോസിന്റെ അല്ലാത്ത ലേഖനം വായിക്കും. അതിനുശേഷം ഇവിടെ പൗലോസ് ശ്ലീഹയുടെ ലേഖനം വായിക്കും. അത് 13, 14 അധ്യായം വായിക്കും. ആ പാട്ട് തന്നെ പൗലോസ് ശ്ലീഹ ധന്യം ചൊല്ലുകളുടെ ദേവം എന്ന പാട്ട്. അത് ഏത് വേദഭാഗം അറിയാമല്ലോ? ഏത് വേദഭാഗമാണ്? നമ്മൾ പുറത്ത് പറയേണ്ടവരാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അങ്ങ് മുങ്ങിക്കിടക്കുന്നവരാ. ഗലാത്യർക്കെഴുത്ത ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ആരെങ്കിലും ഇത് വായിക്കാം? ഒന്ന് കേൾക്കാൻ വേണ്ടി ഇത് വായിക്കാം. ഗലാത്യർ 1:8, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം എന്നെഴുതിയിരിക്കുന്നത്. അവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, എല്ലാ ആഴ്ചയും പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയും കാണാതറിയാമാവുന്ന മനോഹരമായൊരു പാട്ടാണ് പൗലോസ് ശ്ലീഹ ധന്യൻ എന്ന പാട്ട്. ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ അവിടെ ഉച്ചത്തിൽ പറയുകയാണ്, ഈ ദേവാലയത്തിൽ ഘോഷിക്കുന്നതിന് വിപരീതമായി വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം. ഇത് ഈ കോൺക്രീറ്റ് ഈ പള്ളി ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഒരു ദൂതൻ ഈ മധ്യഭാഗത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഈ അച്ഛൻ പറയുന്നത് മുഴുവനും തെറ്റാണ്, ഈ വേദപുസ്തകത്തിൽ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരും. കാരണം ഇതൊക്കെ പൊളിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയ വെള്ള വസ്ത്രം ധരിച്ച ഒരു ദൂതൻ പറന്നു വന്ന് പറയുകയാണ്, ഈ പള്ളിയിൽ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ എന്ന് നമ്മൾ പാടിയേച്ചാണ് ചിലരെങ്കിലും അറിയാതെ വഴുതി പോകുന്നത്. അതിനുവേണ്ടി ആ പാട്ടോടെ വെച്ചിരിക്കുന്നത്. പൗലോസ് ശ്ലീഹയുടെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാട്ടും എവിടെ നിന്നുള്ളതാണ്? വേദപുസ്തകത്തിൽ നിന്നുള്ള പാട്ടേ നമ്മൾ പാടത്തുള്ളൂ. വളരെ ചുരുക്കം പാട്ടേ ഉള്ളൂ അല്ലാതെ വരുന്നത്. എന്നാലും വേദപുസ്തകത്തിലെ ആശയങ്ങളായിരിക്കും. അതിനുശേഷം പൗലോസ് ശ്ലീഹയുടെ ഒരു ലേഖനം ആഹായ് ബാറക്കുമോർ എന്ന് പറഞ്ഞ് വായിക്കും. എന്താ ആഹായ് എന്ന് പറഞ്ഞാൽ? ആഹായ്, ഹബീബായ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ. ആഹായ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ കേൾക്കുവിൻ. പൗലോസ് ശ്ലീഹ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത് സഹോദരൻ സഹോദരി എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ സഹോദര എന്ന് പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ. പോകട്ടെ, അതിനുശേഷം പൗലോസ് ശ്ലീഹയുടെ ലേഖനം വായിച്ചു. പിന്നീടാണ് ഒരു പ്രത്യേകത വരുന്നത്. അപ്പോഴത്തേക്ക് 2 വായന വായിച്ചു. വേദപുസ്തകത്തിലെ പഴയ നിയമം 3 വായിച്ചു, ഇവിടെ 2 വായിച്ചു, 5 ആയി. ഇനി ഒന്നുള്ളത് ഏതാ ബാക്കിയുള്ളത്? സുവിശേഷമാണ് ഇനി വേദപുസ്തകത്തിൽ ബാക്കിയുള്ളത്. അന്നേരമാണ് സ്തുതി സ്തുതി ഹാലേലുയ ഹാലേലുയ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിച്ചോണ്ടാ, അല്ലേ? ഹാലേലുയ ഹാലേലുയ, സ്തുതിയാം ബലികളെ തനിക്ക് അർപ്പിപ്പിൻ. ജനം മുഴുവൻ ഉച്ചത്തിലങ്ങ് പാടുകയാണ്. പാടുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എവങ്കേലിയോൻ ആഘോഷത്തോടുകൂടി പടിഞ്ഞാറോട്ട് കടന്നു വരുന്നത്, ജനത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉച്ചത്തിൽ വായിക്കുന്നത്. എന്നിട്ടാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ പടിയാണ് ഞാൻ പറഞ്ഞത്. വേദപുസ്തകം മുഴുവനും വായിച്ചു, അല്ലേ? ഉദ്ദേശിക്കുന്നത് ഒരാണ്ട് കൊണ്ട് മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യും. ഒരു വർഷം കൊണ്ട് എല്ലാ മാറാനെ പെരുന്നാൾക്ക് വന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരിക്കൽ വായിക്കുന്നത് പിന്നീട് വായിക്കാറില്ല.
ഒരു ദിവസം വായിക്കുന്നത്. അങ്ങനെ മാറി മാറി ഒരു വർഷം കൊണ്ട് വേദപുസ്തകം മുഴുവനും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ വായിച്ചു തീർത്തിരിക്കും. അങ്ങനെയാണ്. അതിനുശേഷം ഏവെങ്കിലും വായിക്കുന്നു, ഉടൻ തന്നെ എല്ലാവരും ഇരിക്കുന്നു. സംശയം പോലെ ഉണ്ടല്ലോ അവർക്ക് എന്താ ഇരിക്കാത്തതെന്ന്. അന്നേരമാണ് പ്രസംഗിക്കേണ്ടത്. പ്രസംഗം ഏവെങ്കിലും കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ പ്രസംഗം. ആ പ്രസംഗം ഏതാണ്? വേദപുസ്തകം ഇത്രയും വായിച്ചു. എത്ര ഭാഗം വായിച്ചു? മിനിമം 5 വേദഭാഗം വായിച്ചു. ഈ 5 വേദഭാഗത്തെക്കുറിച്ചും ഭംഗിയായിട്ട് അങ്ങ് പ്രസംഗിക്കുക. വചനഘോഷണം ആരാധനയുടെ ഭാഗമാണ്. ഇന്ന് അതങ്ങ് ചുരുങ്ങിപ്പോയി. അച്ഛന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിയിലെല്ലാം ക്ലോക്കൊക്കെ ഉണ്ട്, ക്ലോക്കിലോട്ട് നോക്കിയിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും. തന്നെയുമല്ല, ഏവെങ്കിലുവിൻ്റെ സമയം മാറിപ്പോയി. കാരണം എന്തായിരിക്കും? ആ സമയത്ത് കേൾക്കുവാൻ ആൾ കുറവായിരിക്കും. നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞേ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കുക്കുലിയോൻ സമയത്ത് നയവാൻ പന പോലെക്ക് ശേഷം വെച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രസംഗ സമയമല്ല. സൗകര്യാർത്ഥം മാറ്റി ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് ഏവെങ്കിലുവിന് ശേഷം ഒരു അച്ഛൻ പ്രസംഗിച്ചാൽ ഈ അച്ഛനൊന്നും അറിയത്തില്ലയോ എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും അത് പോയി. അപ്പോൾ എന്നെ ബർണബാസ് തിരുമേനി അടുത്തിടയിൽ കാലം ചെയ്തു. കുർബാനയ്ക്കിടയിൽ പ്രസംഗിക്കുന്നത് എപ്പോഴും ഏവെങ്കിലുവിന് ശേഷം, ആൾ വന്നാലും ഇല്ലെങ്കിലും. ഒരിക്കൽ തിരുമേനിയോട് ആരോ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു, തിരുമേനി ആരുമില്ലല്ലോ, ഇടക്കുർബാനയാണല്ലോ, തിരുമേനി എന്തിനാണ് ആരും കേൾക്കാതെ പ്രസംഗിക്കുന്നത്? തിരുമേനിക്ക് നല്ല ആൻസർ ഉണ്ടല്ലോ. എന്താ പറഞ്ഞതെന്നറിയാമോ? തിരുമേനി, ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കാനുണ്ടായിരുന്നു. ആരാന്നറിയാമോ? മധ്യഭാഗത്ത് മരിച്ചുപോയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വാങ്ങിപ്പോയവർ എൻ്റെ പ്രസംഗം കേൾക്കാനുണ്ടായിരുന്നു. അത് സത്യവുമാണ്. തിരുമേനി അങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പോകട്ടെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ കുത്തി നിറച്ചിരിക്കുക ആരാധന. അതിനുശേഷം എല്ലാവരും ഉച്ചത്തിലൊരു പാട്ട് പാടുന്നു. ഏത് പാട്ടാ? അരുളി ചെയ്തു ഞാൻ ലോകത്തിൻ്റെ അപ്പമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, യജമാനന്മാരും അന്നേരത്തുണർവുള്ളവരായി തീരുവീൻ. അതെല്ലാം വേദഭാഗമല്ലേ? വിശുദ്ധ കുർബാനയെക്കുറിച്ച് വേദഭാഗം എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ സമയം ചുരുക്കം കാരണം ആ ഭാഗത്തു നിന്ന് ഞാൻ മാറുകയാണ്. ഉച്ചത്തിൽ പാടുകയാണ്. അതിനുശേഷം വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നീട് ഒത്തിരി വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. നമ്മൾ വായിച്ച് അങ്ങനെ അങ്ങ് പോകുകയാണ്. അങ്ങനെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ വേദപുസ്തകത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഒരു ആമുഖമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വേദഭാഗം വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, കുക്കുലിയോൻ എന്ന് പറയുന്ന വേദഭാഗം, ആരാധനയുടെ ഭാഗം കുക്കുലിയോൻ ഏതാണ്? നിന്നാൾ സ്തുതിയുടെ രാജമകൾ, പിന്നീട് നയവാൻ പന പോലെ, അടുത്തതേതാ? ചാർത്തും നീതിയെ, ഇനിയുണ്ട് മക്കളിലപ്പൻ കൃപ ചെയ്യും, ഇനി ഒന്നുകൂടെ, വെല്ലും ശത്രുക്കളെ. ഇത് മുഴുവനും വേദപുസ്തകം അല്ലേ? ഇത് മുഴുവനും വേദപുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് കൂടി മനസ്സിലാക്കുവാൻ നമുക്കിടയാകണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ആരാധനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഒരു പുസ്തകം നിങ്ങൾ കാണുമായിരിക്കും. നമ്മുടെ തേവദോറോസ് തിരുമേനി എഴുതിയ ഒരു പുസ്തകമുണ്ട്. ജി ജോൺ അച്ഛനായിട്ടിരിക്കുമ്പോൾ എഴുതിയത് സ്വർഗീയ മന്ന എന്ന് പറയുന്ന പുസ്തകം. ആധികാരികമായിട്ട് സ്വല്പം പഠിക്കുവാൻ കൊള്ളാമാവുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഈ ആരാധനയുടെ കുറിച്ച് എല്ലാമുണ്ട്. വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് ഉള്ളത് നല്ലതായിരിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുവാൻ കൊള്ളാം. പേര് സ്വർഗീയ മന്ന. അതിൻ്റെ ഓതർ ജി ജോൺ, റവറൻഡ് ഫാദർ ഡോക്ടർ ജി ജോൺ. ഇപ്പോൾ അഭിമന്യ നമുക്കെല്ലാവർക്കും അറിയാം, തേവദോറോസ് തിരുമേനി തിരുമനസ്സുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളതും. ഇവിടെ എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേദഭാഗങ്ങളൊക്കെയും വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുമുണ്ട്. നിന്നാൾ സ്തുതി രാജമകൾ എല്ലാവർക്കും അറിയാം. ഏതാണ്? 45-ാം സങ്കീർത്തനം. അങ്ങനെ എല്ലാ സങ്കീർത്തനങ്ങളും 92-ാം സങ്കീർത്തനം, ഇത് മുഴുവനും സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണെന്നത് പ്രത്യേകമായിട്ട് ഓർക്കാം. ഞങ്ങൾ എഴുതുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് എഴുതാൻ വേണ്ടി ഞാൻ ആ കുക്കുലിയോനുകൾ മാത്രം, പലരും കുറ്റപ്പെടുത്താറുണ്ട്, കന്യാമറിയാമിൻ്റെ പാട്ടുകളാണ് അതൊക്കെ എന്ന് പറഞ്ഞ്, കന്യാമറിയാമിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നീടൊന്ന് പറഞ്ഞോളാം. സങ്കീർത്തന വേദഭാഗങ്ങളാണ് അവിടെ നമ്മളെല്ലാം ഉച്ചത്തിൽ എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്. സങ്കീർത്തനം സംഗീതമെന്നാണ്. 45-ാം സങ്കീർത്തനമാണ്. 45-ൻ്റെ 9 മുതൽ 11 വരെയാണ് നിന്നാൾ സ്തുതിയോടു രാജമകൾ എന്ന് പറയുന്ന വേദഭാഗം. ആ പാട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നയവാൻ പന പോലെ എന്നുള്ളത് 92-ാം സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ള വേദഭാഗമാണ്. 92-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാറിയാം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ. അത് പാട്ടാക്കിയപ്പോൾ നയവാൻ പന പോലെ എന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ
അതിനുശേഷം ചാർത്തും നീതിയെ, ചാർത്തും എന്നെഴുതിയാൽ മതി, പാട്ടെല്ലാവർക്കും അറിയാമല്ലോ. 132 സങ്കീർത്തനം 9 മുതൽ 12 വരെ ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും എന്നുള്ളത് അവിടെ കാണാം. അതിൻ്റെ ഗദ്യഭാഗം അവിടെ കാണാം. അതിനുശേഷം അപ്പൻ മക്കളോട് മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ ആ പാട്ട് 103 സങ്കീർത്തനം 13 മുതൽ 15 വരെയുള്ള വേദഭാഗം. 103, 103. അടുത്തത് വെല്ലും ശത്രുക്കളെ, സ്ലീബാ പെരുന്നാളിലും മറ്റുള്ള പെരുന്നാളിലും സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ ചൊല്ലുന്നതാണ്. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ വിശുദ്ധ കുർബാനയിലും പാടേണ്ടതാണ്. അത് 45 സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം 5ഉം 7ഉം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. നമ്മൾ സാധാരണ അറിയാതെ പോലും ചിന്തിച്ചു പോകുന്നതാണ്. ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് വെച്ചിട്ടുള്ളത് എങ്കിൽ പോലും സങ്കീർത്തനങ്ങൾ ചൊല്ലിയാണ് നമ്മളത് പാടുന്നത്. സങ്കീർത്തനങ്ങളാണ് അവിടെ ചൊല്ലുന്നത്. അതിൻ്റെ അർത്ഥവും അവിടെ നിങ്ങൾ വീട്ടിൽ പോയി അന്ന് ശരിക്കും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വളരെ വളരെ ആധികാരികമായിട്ട് നമുക്ക് പറയുവാൻ പറ്റും, എൻ്റെ സഭയുടെ ആരാധന, നമസ്കാരങ്ങൾ, കൂദാശകളെല്ലാം തന്നെ വേദപുസ്തക അധിഷ്ഠിതമാണെന്ന് പറയുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അങ്ങനെ ആരാധന വിഷയത്തിന് വേദപുസ്തകത്തിൻ്റെ സ്ഥാനം പോലെ തന്നെ സഭയുടെ നിത്യജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും സന്യാസ ജീവിതത്തിലും ഒക്കെ വേദപുസ്തകത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പായിട്ട് എന്ത് ചെയ്യും? വേദപുസ്തകം വായിച്ച് പാട്ടുപാടി ഭംഗിയായിട്ട് നമ്മൾ ധ്യാനിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. വിശുദ്ധ ഓർമ്മിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ കാര്യമായതുകൊണ്ട് അതിന് മുമ്പായിട്ട് വേദപുസ്തകം നമ്മൾ വെക്കുന്നത് ഭവനത്തിൽ തുണിയുടെ വെക്കാൻ വളരെ ഭവ്യമായിട്ട് വേദപുസ്തകം നമ്മൾ സൂക്ഷിക്കുന്നു. അല്ലേ? വിശ്വസിക്കുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഭവനങ്ങളിൽ മറ്റു പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാതെ വളരെ ഭംഗിയായിട്ട് വെക്കണം. അതെടുക്കുമ്പോൾ കുരിശ് വരയ്ക്കണം. കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനായിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ വേദപുസ്തകം ഇതിപ്പോൾ ഏകദേശം ഒരു പുതിയ വേദപുസ്തകമാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ വേദപുസ്തകം വളരണം. ഇതെങ്ങനെ വേദപുസ്തകം വളരുന്നത്? ചില വീട്ടിൽ വേദപുസ്തകം ചെന്നാൽ നമുക്ക് അതിശയം തോന്നും, ഇത്രയും വണ്ണം കാണും. എങ്ങനെ വളരുന്നത്? ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കത്തതേ ഉള്ളൂ. എല്ലാ ദിവസവും തുറന്ന് വായിച്ചാൽ ഇത് വളർന്നുകൊണ്ടിരിക്കും. എന്താണ്? നമ്മുടെ കയ്യിലെ വേർപ്പും കാണുമല്ലോ. എന്തായാലും അത് കുടിച്ചിട്ട് ഈ പുസ്തകം അങ്ങ് വീർക്കും. ഇതങ്ങനെ വീർത്ത് നല്ല എല്ലായിടത്തും ഒരേ കളർ വരും. ചിലയിടത്ത് എന്നാൽ ഇവിടെ എല്ലാം ചുവപ്പ് കളറായിരിക്കും. സങ്കീർത്തനത്തിൻ്റെ ഇത്രയും ഭാഗത്ത് മാത്രം ഒരു കളറും പുതിയ നിയമത്തിൻ്റെ ചില ഭാഗത്ത് മാത്രം. ഇതിൻ്റെ അർത്ഥം അത്ര മാത്രമേ വായിക്കാറുള്ളൂ. അതുകൊണ്ട് വീട്ടിലെ വേദപുസ്തകം വളരട്ടെ. അർത്ഥം മനസ്സിലായി കാണുമല്ലോ. എല്ലാ ദിവസവും ഇത് വായിക്കുവാണെങ്കിൽ ഈ വേദപുസ്തകം കുറച്ച് ഈ ബൈൻഡ് നിൽക്കത്തില്ല. ഇതിങ്ങനെ വളയാൻ തുടങ്ങും. ഇങ്ങനെ അങ്ങ് വീർക്കും. അതുകൊണ്ട് നമ്മുടെ വേദപുസ്തകങ്ങളൊക്കെയും വളർന്ന വേദപുസ്തകമായി തീരട്ടെ. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഒന്ന് മുത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ദൈവത്തിൻ്റെ വചനമല്ലേ, മുത്തിക്കോ. കുരിശ് വരച്ചിട്ടേ വായിക്കാവൂ. പഴയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ കൊടുക്കുമ്പോൾ കയ്യും കാലും ഭംഗിയായിട്ട് കഴിയെങ്കിൽ മാത്രമേ തൊടാൻ അനുവദിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രായമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കുക. യഹോവേ, ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങൾ കാണേണ്ടതിനും ഗ്രഹിക്കേണ്ടതിനും എൻ്റെ ആന്തരിക ആത്മീയ കണ്ണുകളെ തുറക്കണമേ. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇത് വായിക്കാവും. ഇത് വായിക്കുകയല്ല, ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ധ്യാനാത്മകമായി ഭവനത്തിൽ ഇത് സൂക്ഷിക്കുകയും ഇത് വായിക്കുകയും ചെയ്യുവാൻ ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആയതിനാൽ അത്തരത്തിലായി തീരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് ഒരു സ്വല്പം ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ചയിൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വിഷയമുണ്ടായിരിക്കും. അതെല്ലാവരും പേനയും പുസ്തകവും കൊണ്ടുവരണം, എഴുതി വെക്കണം. കാരണം എഴുതി വെച്ചില്ലെങ്കിൽ നമുക്ക് അറിയുകയില്ല, മറന്നുപോകും. ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് അടച്ച് വെച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ മറന്നുപോകും. വലിയ ശത്രുക്കളെ എവിടെ നോക്കാതെ പറയാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എഴുതി വെച്ചാൽ വീട്ടിൽ പോയി നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയണം, ആരെങ്കിലും സഹോദരങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ആരെങ്കിലും നിങ്ങളുടെ സഭയിൽ വേദപുസ്തകമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയണം, ഞങ്ങളുടെ സഭയിൽ വേദപുസ്തകമേ ഉള്ളൂ ആരാധനയിൽ എന്ന് പറയാനിടയാകണം. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സഭയുടെയും ആരാധനയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സെമിനാരിയിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പഠിത്തം അങ്ങനെ ഉണ്ട്, മനസ്സിലാക്കണം അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ ലിറ്റർജിയും അവരുടെ ലിറ്റർജിയും ആരാധന. ഒരു ബെന്തിക്കോസ് ആരാധനയിൽ ഞാൻ പോയി സംബന്ധിച്ചായിരുന്നു. അത് അന്ന് സിലോൺ ബെന്തിക്കോസ്, ഇപ്പോൾ ദി ബെന്തിക്കോസ് എന്നാണ് പറയുന്നത്. ആരാധനയിൽ വളരെ സസൂക്ഷ്മം ഞാൻ പോയി അവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ്, അതിൻ്റെ ആരാധനയുടെ സ്ട്രക്ചറൊക്കെ.
അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് 10 വേദഭാഗം വായിച്ചവർ. 10 വേദഭാഗം വായിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയോ 1 മണിയൊക്കെ ആറായി. അപ്പോൾ 10 വേദഭാഗം വായിച്ചോളൂ. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര വേദഭാഗം വായിക്കുന്നു? ഇത്രയും അതിൻ്റെ 5 ഇരട്ടി 5 അതിൽ കൂടുതൽ വായിക്കുകയാണ് എന്നും നമുക്കറിയത്തില്ല. പലരും ചോദിക്കും, അച്ചോ നമ്മുടെ സഭയിൽ എന്തുണ്ട് അച്ചോ, വേദപുസ്തകമില്ല, ഒന്നുമില്ല, കുറച്ച് പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ഓശോ ഉത്സവം പറയും, ജനം അറിയാതെ ആമീൻ പറയും, ഒരാൾ ശരിയാക്കിയാൽ എല്ലാവരും ശരിയാക്കും, ഒരാൾ തെറ്റിച്ചാൽ എല്ലാവരും തെറ്റിക്കും, ആർക്കും അറിയത്തുമില്ല. നമ്മളിങ്ങനെ ഒഴുകിപ്പോകുന്നു എന്നൊരു ചിന്ത മറ്റുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ആരാധനയിൽ വേദപുസ്തക അധിഷ്ഠിതമാണെന്ന് കൂടി മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാനായിട്ടുള്ളത്, ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, വേദപുസ്തകത്തിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ സഭയിൽ പാരമ്പര്യത്തിനും സ്ഥാനമുണ്ട്. അതുകൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയുമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മുടെ സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകം മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. സ്വല്പം പാരമ്പര്യത്തിലൂടെ ലഭിച്ച വിശ്വാസ സത്യം കൂടി നമ്മൾ പാലിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ അടിസ്ഥാനം ചോദ്യമായിട്ട് ചോദിക്കുന്ന നിങ്ങൾ മനസ്സിലനുസരിച്ച് പറഞ്ഞാൽ മതി. വേദപുസ്തകമാണോ പാരമ്പര്യമാണോ, ഏതാണ് നമ്മുടെ അടിസ്ഥാനം? മനസ്സിൽ പറഞ്ഞു, ആൻസർ വെച്ചു. തെറ്റായാലും ശരിയാ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. അതോ ഇവ രണ്ടും കൂടിയാണോ? ഞാൻ ആൻസറായിട്ട് നമുക്ക് പഠിച്ചതിൽ നിന്ന് അടിസ്ഥാനം മനസ്സിലാക്കുന്നത് വേദപുസ്തകവും പാരമ്പര്യവും നമ്മുടെ അടിസ്ഥാനങ്ങളാണ്. സഭ എന്ന് പറയുമ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം, നിങ്ങൾ ഇനിയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ചിന്തിക്കരുതേ, കാരണം നമ്മളൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ചെറിയ ചിന്തയുണ്ട്. ആ ചിന്ത അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. വേദപുസ്തകം എഴുതി യേശുക്രിസ്തു ആണെന്നൊരു ചിന്തയുണ്ട്. അല്ല, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു ഒന്നും എഴുതിയതായിട്ട് വേദപുസ്തകത്തിലില്ലല്ലോ. എഴുതിയെന്ന് ആകെ പറയുന്നത് എന്തുവാണ് അല്ലേ? നിലത്ത് എഴുതിയത് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? അറിയാമല്ലോ, വേശ്യാ സ്ത്രീയെ കുറച്ച് പേർ കല്ലെറിയാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തു എഴുതി കാണും, എഴുതാതിരിക്കുകയില്ല. പക്ഷേ നമ്മുടെ ഈ വേദപുസ്തകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് എഴുതിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ശിഷ്യന്മാരുടെ കാലത്തും അതിന് ശേഷവും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അയ്യോ അങ്ങ് ഇടിഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട. അത് പഠിക്കാൻ വേണ്ടി മാത്രം ഓർത്താലും മതി. അതിനെപ്പറ്റി അടുത്ത ആഴ്ച ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞോളാം. അതുകൊണ്ട് പാരമ്പര്യവും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ മുഴുവനും ഇല്ല. അപ്പോൾ നിങ്ങൾ പറയരുത് ന്യായപ്രമാണത്തിന് വള്ളിയും പുള്ളിയും എന്നൊക്കെ പറയാം. ന്യായപ്രമാണം സകലത്തിലും മതിയായതൊക്കെയാണ്. പക്ഷെ വേദപുസ്തകം പൂർണ്ണമല്ലെന്നുള്ളത് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കിയിരിക്കുക. വേദപുസ്തകത്തിൽ പൂർണ്ണമായി യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രവും പ്രവർത്തനങ്ങളും ഇല്ല. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് എന്തുവാ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേട്ടോളാം. യോഹന്നാൻ ശ്ലീഹ എന്തുവാ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലേ? ഭൂമിയിലുള്ള വിവരമായിട്ടൊക്കെ പറഞ്ഞുകൊള്ളാം. മഷിയും പേനായും കടലാസും ഒക്കെ കൊണ്ട് തികയത്തില്ലെന്നാണ്. അത്രമാത്രം യേശുക്രിസ്തു പ്രസംഗിച്ചതായിട്ടും പ്രവർത്തിച്ചതായിട്ടുമുണ്ട് അല്ലേ? അത് മുഴുവനും എഴുതാൻ തുടങ്ങിയാൽ തീരുമോ? ഇല്ല. ഞാൻ പറയട്ടെ, എത്രയോ പുസ്തകങ്ങൾ ഇന്ന് എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇന്നും എഴുതി തീർന്നിട്ടുണ്ടോ? യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് ശരിയല്ലേ? എത്രയോ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ക്ലാസ്സുകൾ ഇന്നും പ്രസംഗിച്ച് തീർന്നിട്ടുണ്ടോ യേശുക്രിസ്തുവിനെ കുറിച്ച്? പിന്നെയും പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ശരിയല്ലേ പറഞ്ഞത്? ഒത്തിരി പുസ്തകങ്ങൾ, കോടിക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പക്ഷേ എഴുതിയാൽ തീരത്തില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞതും കൽപ്പിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും അനേകം കാര്യങ്ങളുണ്ട്. അത് കുറച്ച് മാത്രമേ എല്ലാം എഴുതാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളത് പിതാക്കന്മാരും കേട്ടിട്ടുള്ളത്. വേദപുസ്തകം എഴുതിയതിനെ ചോദിച്ചാൽ അന്ന് ഇതുപോലെ പുതിയ നിയമമില്ല, പഴയ നിയമമുണ്ട്. അത് ഈ ഫോമിലൊന്നും ആയിരിക്കില്ല, തുകലിലും ഒക്കെയാണ് എഴുതുന്നത് വിചാരിച്ചു. അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച പറഞ്ഞോളാം. അപ്പോൾ വാമൊഴിയായിട്ടായിരുന്നു ശരിയല്ലേ? ഉപമകളിലൂടെയും വാമൊഴി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേൾക്കുന്നത് പോലെ വാമൊഴിയായിട്ട് കേട്ടാൽ പിൻതലമുറയ്ക്ക് ഒത്തിരി ഒന്നും ഓർത്ത് പറഞ്ഞു കൊടുക്കുവാൻ പറ്റുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ശിഷ്യന്മാരുടെ കാലത്തും അങ്ങനെ വാമൊഴിയായി സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാർക്ക് തന്നെ മനസ്സിലായി അടുത്ത തലമുറയ്ക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ, യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുവാൻ അല്ലേ?
യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നൊരു ഇതാണല്ലോ വിശുദ്ധ വേദപുസ്തകം. വരച്ച് കിട്ടിയിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുകയല്ല, കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഏത് വേദഭാഗം? ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അതുകൊണ്ട് അവർ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതുന്നത്. അതിനുശേഷം മറ്റുള്ള ശിഷ്യന്മാരുമൊക്കെ എഴുതാൻ തുടങ്ങി. പൗലോസ് ശ്ലീഹ ഡീറ്റെയിൽഡായിട്ട് എഴുതി. പത്രോസ് ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ ലേഖനങ്ങളാലും വെളിപാടുകളാലും അതുപോലെ തന്നെ സുവിശേഷങ്ങളാലും ഒക്കെ എഴുതി. അങ്ങനെയാണ് വേദപുസ്തകം അങ്ങനെ പൂർണ്ണമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ വേദപുസ്തകം അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. യേശുക്രിസ്തു നമ്മുടെ സഭയുടെ വിശ്വാസം വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാമോ എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലേ? നമ്മളെ തോൽപ്പിക്കാൻ വരുന്നത് വേദപുസ്തകത്തിൽ കാണിച്ചാട്ട് പലപ്പോഴും നമ്മൾ അവിടെ വെമ്പൽ കൊള്ളുന്ന പ്രയാസപ്പെടുന്നതായിട്ട് കാണാം. അത് പഠിക്കാത്തതിൻ്റെ അഭാവം കൊണ്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ മാത്രമുള്ളതല്ല, വേദപുസ്തകത്തിന് വെളിയിലുള്ളതും, അതായത് പരിശുദ്ധാത്മ നിറവിനാൽ ശിഷ്യന്മാരും അത് ആ കാലത്തുണ്ടായിരുന്ന വാമൊഴികൾ പാരമ്പര്യമായിട്ട് നിലനിന്നു പോകുന്നു. അത് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതും സഭയിൽ ആചരിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിൽ പാരമ്പര്യ വിശ്വാസം കൂടി കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നും പറഞ്ഞ് പാരമ്പര്യം ഓരോ ഗുരുക്കന്മാർക്ക് മാറ്റാൻ പറ്റുകയില്ല. അപ്പം മനസ്സിലായല്ലോ. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിന് ഓതൻറ്റിസിറ്റി എഴുതപ്പെട്ടതായിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും തദ്ദേശീയമായിട്ട്. ഇപ്പം ചില പള്ളികളിലൊക്കെ ചെന്നാൽ, ഞാനൊരു പള്ളിയിൽ പോയപ്പോൾ, ഞങ്ങൾ ചിരിക്കരുത്, രാവിലെ തൂക്കുകയാണ് ഒരാൾ വന്നിട്ട്, ഒരു നല്ലൊരു മനുഷ്യൻ വന്നിട്ട് ചൂല് കൊണ്ട് തൂക്കുന്നു. ഞാൻ വിചാരിച്ച് നല്ല മനുഷ്യനായിരിക്കും. കാരണം പിറ്റേ ആഴ്ച ഞാൻ വിചാരിച്ച് പള്ളിയിലെ പരിപാടിയാണ്. പിന്നീട് മനസ്സിലാക്കുന്നത് നേർച്ചയാണ്. ആ ഏറിയാലും നേർച്ചയാണ്. ഇങ്ങനെ തദ്ദേശീയമായിട്ട് ചില നേർച്ചകളും കാഴ്ചകളുമൊക്കെ ചില പള്ളികളിലും ചില തെക്കും വടക്കും ഒത്തിരി വ്യത്യാസമൊക്കെ. ഒരു പള്ളി ചെന്നപ്പോൾ കത്തോലിക്ക പള്ളിയിൽ ഇഷ്ടിക കൊണ്ടുവന്നു. അടുത്തൊരു പള്ളി ഇഷ്ടികയുടെ അയച്ച് കൊണ്ടുപോയി നമ്മൾ ഇഷ്ടിക വായിക്കാൻ അതൊക്കെ ഓരോ തദ്ദേശീയമായ നമ്മൾ ട്രഡീഷൻസ് പ്രമാണങ്ങളെന്ന് പറയാൻ നോക്കത്തില്ല. അതൊക്കെ ഒരു തദ്ദേശീയമായി. ഇപ്പോൾ ഇവിടുത്തെ ഏറിയയിൽ ഒരു പ്രത്യേകത ഈ തദ്ദേശീയമായിരിക്കത്തില്ല. ഞങ്ങളുടെ കോന്നി ഏറിയായി ഇച്ചിരി വ്യത്യാസം കാണും പെരുന്നാളിലും കാര്യങ്ങൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് അതിനെ ഒരു ട്രഡീഷൻസ് ഒന്നും പറയാൻ നോക്കത്തില്ല. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അത് സഭയിൽ മുഴുവൻ ഒരുപോലായിരിക്കും, യാതൊരു വ്യത്യാസവുമില്ല. അതിനെ നമുക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും പുസ്തകത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു വാക്യം എടുത്തു കൊടുക്കാൻ ചിലതിന് പ്രയാസം വരും. അതിനുവേണ്ടി നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ട്രഡീഷൻസ് വിശ്വസിക്കുവാൻ പറ്റുമോ? അതിന് ചില വേദവാക്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയേ മതിയാകും. ഇതാണ് ട്രഡീഷൻസ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത്. വേദപുസ്തകത്തിലെ ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിലില്ലാത്തതും വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ, അതായത് പാരമ്പര്യം, അതിൻ്റെ അപ്പുറത്ത് പ്രമാണങ്ങൾ, ട്രഡീഷൻസ് എന്ന് എഴുതാമെങ്കിൽ ഒരു ചെറിയൊരു ഡെഫിനിഷൻ തരാം. ഒത്തിരി വലുതാണ് അതിൻ്റെ ഡെഫിനിഷൻ, എന്നാലും ഒന്ന് ചുരുക്കിത്തരാം. വേദപുസ്തകത്തിൽ ഇല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും പഠിപ്പിക്കലുകളും ടീച്ചിങ്സ്, പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മ പ്രേരിതമായി, പരിശുദ്ധാത്മ എഴുതുമ്പോൾ പായിട്ട് കുത്തിട്ടാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. പരിശുദ്ധാത്മ പ്രേരിതമായി സഭയ്ക്ക് കൈമാറി കൊടുത്തിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത്? സഭയിൽ അല്ലെങ്കിൽ സഭയ്ക്ക് കൈമാറി കൊടുത്തിട്ടുള്ളതിനെയാണ് ട്രഡീഷൻസ് എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മ പ്രേരിതമായിരിക്കണം. എനിക്കിപ്പോൾ ഒരു ട്രഡീഷൻ തോന്നുകയാണ്, ഇത് കൊള്ളാം, അത് കൈമാറാനൊക്കത്തില്ല. അത് പരിശുദ്ധാത്മ പ്രേരിതമായി ആദിമസഭയിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നില്ല ഇത് മുഴുവനും.
കൈമാറി ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. നമ്മൾ മുദ്രാവാക്യം പറയാൻ തലമുറ കൈമാറി, അതല്ല. പരിശുദ്ധാത്മ പ്രേരിതമായി കൈമാറി നമുക്ക് ലഭിച്ചിട്ടുള്ളതിനെയാണ് ഈ വിശുദ്ധമായി നമ്മൾ കൊണ്ടു നടക്കുന്ന പാരമ്പര്യങ്ങൾ, പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അത് ആദിമസഭയിലും ഉണ്ടായിരുന്നു. ട്രഡീഷൻസ് എന്ന് പറയുന്നത് എല്ലാ സഭകളിലുമുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ആക്ട്സ് ഓഫ് ദി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ അനേകം ദൃഷ്ടാന്തങ്ങളും പ്രവർത്തനങ്ങളും. ശ്രദ്ധിക്കുക, നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് ഓടിച്ചോടിച്ച് പോകുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം എത്ര ദിവസം ലോകത്തിലുണ്ടായിരുന്നു? 40 ദിവസം, സ്വർഗാരോഹണം വരെ. അനേകം ദൃഷ്ടാന്തങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും എവിടില്ല? വേദപുസ്തകത്തിലില്ല. ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, MO സംഭവങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഒരു അനേകമെന്ന് പറയുമ്പോൾ ഒരുപാട്, ഈ 40 ദിവസത്തെ 1-2 സംഭവങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ, അല്ലേ? വിരലിട്ട കാര്യങ്ങളും MOs അത് കുറച്ചേ ഉള്ളൂ. വാതിലടച്ചിരിക്കുക, നിങ്ങൾക്ക് അതൊക്കെ ഉള്ളൂ. അത് ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ അനേകം ദൃഷ്ടാന്തങ്ങളും പ്രവർത്തനങ്ങളും സുവിശേഷങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ വേദപുസ്തകത്തിൽ ഉണ്ടോ? ഇല്ല. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും എന്തെങ്കിലും വെച്ചിട്ട് അത് മുഴുവനും നമുക്ക് ട്രഡീഷൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു ചെയ്ത അനേക അത്ഭുതങ്ങൾ ഇനി വരാനുണ്ട്, അത് നമുക്ക് അറിയാം. പക്ഷേ പ്രത്യേകിച്ച് ഉയർപ്പിന് ശേഷമുള്ള 40 ദിവസത്തെ കാര്യങ്ങൾ, അനേകം സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അനേകർ ഉയർത്തെഴുന്നേറ്റു, അല്ലേ? വായിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിനുള്ള കുറച്ച് വാക്കുകളാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ കൊടുക്കുവാൻ പറ്റാതെ പോയിട്ടുള്ള ചില വിശ്വാസങ്ങൾ വേദപുസ്തകം തന്നെ പറയുന്നു. വേദപുസ്തകം തന്നെ പാരമ്പര്യത്തെ വിശ്വസിക്കുവാൻ പറ്റുന്ന വേദപുസ്തകത്തിലുള്ള വാക്കുകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അടുത്തത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-9 വാക്യം. ഫിലിപ്പിയ 4:9 മൈക്കിലൂടെ വായിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ ക്ലാസ് ഞാൻ വിശ്വസിക്കുന്നു അനേകർക്ക് പ്രയോജനം വലിയ ലഭിക്കത്തക്കതിന് ഗ്രിഗോറിയൻ TV ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ വായിക്കുന്നത് ഇവിടെ ഇതിലൂടെ കേൾക്കുവാൻ സംശയമുണ്ട്. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടതും കൊണ്ട്, അത് അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ് ശ്ലീഹ ഒരുപാട് കാര്യം, എത്ര ലേഖനം എഴുതി? 14 നമുക്കുള്ളത്. പക്ഷെ ഒരുപാട് ഇനി കിട്ടാനുണ്ട്. അതുകൊണ്ട് കിട്ടാനുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞത് മൊത്തം എഴുതാനുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് പഠിച്ചതും എന്നിൽ നിന്ന് കേട്ടതും എൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പഠിപ്പിക്കലും കണ്ട് നിങ്ങൾ ഗ്രഹിച്ചതും നിങ്ങൾ സുവിശേഷിക്കണം. അതതിൻ്റെ ആശയം അവിടെ പറയുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ വേദപുസ്തകത്തിൽ എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. എഴുതിയത് നമുക്ക് കുറച്ചൊക്കെ വന്നാൽ എഴുതാനുള്ളത് ഒരുപാടുണ്ട്, കുറച്ചൊക്കെ നമുക്ക് ട്രഡീഷൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകം തന്നെ ന്യായീകരിക്കുകയാണ് ഉള്ളത് മനസ്സിലാക്കി നോക്കുക. ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്തത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 15-ാം വാക്യം. 2 തെസ്സലോനിക്കർ പൗലോസ്യ ലേഖനമാണ്. 2-ാം അധ്യായം 15-ാം വാക്യം. വാക്കിനാലോ ലേഖനത്താലോ, ശ്രദ്ധിക്കുക, ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞതും ലേഖനം കൊണ്ട് പറഞ്ഞതും അല്ലാതെ ഉപദേശിച്ചതുമായ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. പ്രമാണങ്ങളെ എന്നൊരു വാക്കവിടെ പ്രത്യേകിച്ചുണ്ട്. പ്രമാണങ്ങളെ എന്ന് എഴുതിയിട്ട്, പ്രമാണമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഈ നമ്മൾ വേറൊരു മീനിങ്ങാണ് നമുക്ക് മലയാളത്തിലെ പ്രമാണം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ട്രഡീഷൻസ് എന്നാണ് കേട്ടോ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ ട്രഡീഷൻസ് എന്നാണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ പാരമ്പര്യമാണ്. ട്രഡീഷൻസും പ്രമാണവും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങൾ പ്രമാണം എന്ന് എഴുതിയാൽ പോലും അതിൻ്റെ ഇംഗ്ലീഷിൽ ട്രഡീഷൻ പാരമ്പര്യം എന്ന് എഴുതണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമാണങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. എങ്ങനെ പിടിക്കണം? അതുകൊണ്ടാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ ഏത് വാക്യം ഓർക്കണം? 2 തെസ്സലോനിക്കർ ലേഖനം
2-ാം അധ്യായം 15-ാം വാക്യം പൗലോസ് ശ്ലീഹ എന്നോട് പറയുന്നു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആ ആളിനെ കൊണ്ട് അത് വായിപ്പിക്കണം. ഈ പ്രമാണങ്ങളെ, ട്രഡീഷൻസിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളാൻ. ഏത് ട്രഡീഷൻസിനെ? സത്യവിശ്വാസമാകുന്ന ഈ ട്രഡീഷൻ, തലമുറ കൈമാറി പരിശുദ്ധാത്മ പ്രേതമായി ലഭിച്ചിരിക്കുന്ന ഈ ട്രഡീഷൻസിനെ ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നു. ആ വാക്യം നിങ്ങൾ മറക്കരുത്. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 15-ാം വാക്യം. അതിനുശേഷം യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം, 3-ാം ലേഖനം, യോഹന്നാൻ ശ്ലീഹായുടെ എഴുതിയ 3-ാം ലേഖനം, 3 യോഹന്നാൻ, അതിനകത്തെ 13-ഉം 14-ഉം വാക്യം. ഒരധ്യായമുള്ളല്ലോ, 13-ഉം 14-ഉം വാക്യം. വന്നിട്ടില്ല. മുഖാമുഖം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചു. അത് ട്രഡീഷൻസ് ആയിട്ട് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നു. എല്ലാം ഒന്നും നമ്മുടെ കയ്യിലില്ല, കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അടുത്തത് ഒന്നുകൂടെ എഴുതിക്കോ, കാരണം ഇത് നമ്മൾ ക്ലാസ് ആയതുകൊണ്ടാണ്. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 2-ാം വാക്യം. 2-ാം അധ്യായം 2-ാം വാക്യം. അതിൻ്റെ ആശയം ഞാനങ്ങ് പറഞ്ഞേക്കാം. വായിക്കാൻ സമയം കുറവായതുകൊണ്ട് നമ്മുടെ സമയം ഓടിപ്പോകുന്നു. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. എന്നോട് കേട്ടതെല്ലാം, അല്ലേ, എന്നോട് കേട്ടതെല്ലാം, ഞാൻ എഴുതിയതല്ല, എന്നിൽ നിന്ന്, അത് അവിടെ ആശയം മൊത്തത്തിൽ വായിക്കുമ്പോൾ അതാ വരുന്നത്. എന്നോട് കേട്ടതെല്ലാം നിങ്ങൾ പ്രസ്താവിക്കുവിൻ, മറ്റുള്ളവരോട് പറയുവിൻ, അത് ട്രഡീഷൻസ് ആയിട്ട് കാത്തുപരിപാലിക്കുവിൻ എന്ന ഒരാശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നോട് കേട്ടതെല്ലാം. പൗലോസ് ശ്ലീഹ ധാരാളം കേട്ടിട്ടുണ്ട്, 14 ലേഖനത്തിലൂടെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ കേട്ട കാര്യങ്ങൾ ഇന്ന് ലഭ്യമല്ല. അത് നമുക്ക് വിശ്വസിക്കുന്നു. അടുത്തത് 1 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം. അവിടെ തീമോത്തിയോസിനോട് പറയുകയാണ്. ആശയം പറഞ്ഞേക്കാം. പൗലോസ് ശ്ലീഹായിക്ക് ഒരിടത്തേക്ക് തീമോത്തിയോസിനെ അയക്കുകയാണ്. തീമോത്തിയോസ് വന്നിട്ട് ഒത്തിരി കാര്യം പറയും എനിക്ക് വേണ്ടി. ആ പറയുന്നതൊക്കെ ഇന്ന് കിട്ടിയിട്ടില്ല. തീമോത്തിയോസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി പൗലോസ് ശ്ലീഹായുടെയാണ്, പക്ഷെ അത് ലഭ്യമല്ല. ആ പറഞ്ഞത് മൊത്തം നമ്മൾ കേട്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകം ഇതിൽ പൂർണ്ണമല്ല എന്ന് പറയാൻ വേണ്ടി ഇടയ്ക്കെന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അടുത്തത് ഒരു വചനം കൂടി പറഞ്ഞിട്ട് ആ ഭാഗം നിർത്തുകയാണ്. 2 തീമോത്തിയോസ് 1:13. 2 തീമോത്തിയോസ് 1:13. അവിടെ പറയുന്നുണ്ട് പത്യവചനം. എഴുതിയതിനെക്കുറിച്ചല്ല പറയുന്നത്, ട്രഡീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട പത്യവചനം എന്നാ പറയുന്നത്, അല്ലേ? അങ്ങനെ പറയുന്നതാണ് പത്യവചനങ്ങൾ. പത്യവചനം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്ന് വായിച്ചു നോക്കിയാൽ കിട്ടുമോ? അതെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ പോയി മനസ്സിരുത്തി ഒന്നുകൂടെ വായിച്ച് ഈ നോട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് എന്നോട് കേട്ടത് മുഴുവനും, അങ്ങനെ പൗലോസ് ശ്ലീഹായും മറ്റ് ശിഷ്യന്മാരും ഇഷ്ടം പോലെ അത് പറയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അങ്ങനെ ഒരു വാക്യം കൂടി എഴുതി ആ ഭാഗം വിടുകയാണ്. 1 കൊരിന്ത്യർ 11:2. നിങ്ങളെ ഒത്തിരി കൽപ്പനകൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, എനിക്ക് ലഭിച്ച ദൈവത്തിൽ ലഭിച്ചിരിക്കുന്ന കൽപ്പനകൾ, അല്ലേ? 1 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകൾ എന്ന് പറഞ്ഞിട്ട് താപ്പോട്ടങ്ങ് വായിക്കും. നിങ്ങൾ വീട്ടിൽ പോയി എന്നിട്ട് വായിക്കണമേ, എന്നെങ്കിലേ അത് പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് ഈ കൽപ്പനകൾ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ കൽപ്പനകളൊന്നും എഴുതപ്പെട്ട് ലഭിച്ചിട്ടില്ല. പക്ഷെ ആരും എഴുതിയിട്ടുമില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വേദഭാഗങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് വേദഭാഗം പൂർണ്ണമല്ല എന്നുമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് ലേഖനങ്ങൾ ഇനി കിട്ടാനുണ്ട്. ഒത്തിരി ലേഖനങ്ങൾ വേദപുസ്തകത്തിൽ വരാനുണ്ട്. ഇത് മുഴുവനും കുറച്ച് കൽപ്പനകളും പ്രമാണങ്ങളും പറഞ്ഞതാ. അതുകൂടി ഒന്ന് എഴുതിയിട്ട് ഇന്നത്തെ സെഷൻ ഏകദേശം അവസാനിപ്പിക്കേണ്ടെന്നു. സമയം നമുക്ക് ഓടിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർ
4:16 കൊലോസ്യർ 4:16 അവിടെ ഒരു പൗലോസ് ശ്ലീഹായുടെ ഒരു ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഖനം ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ലവോദോക്കിയായി, അതായത് ഈ ലേഖനം ലവോദോക്കിയായാലും ലവോദോക്കിയാക്കി കൊടുത്തിരിക്കുന്ന ലേഖനം നിങ്ങളുടെ കയ്യിലും കൊണ്ടുവരണം. ലവോദോക്കിയ ലേഖനം കിട്ടിയിട്ടില്ല, മനസ്സിലായല്ലോ. ലവോദോക്കിയായിൽ ഏൽപ്പിച്ച ലേഖനം ഇന്ന് ലഭ്യമല്ല, എവിടെയാണെന്ന് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, വേദപുസ്തകം പൂർണ്ണമല്ല. ഞങ്ങൾ വേദപുസ്തകത്തിൽ മാത്രമേ വിശ്വസിക്കൂ. വേദപുസ്തകത്തിൽ പറയുന്നത് വേദപുസ്തകത്തിൽ മുഴുവനും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരുപാട് ലേഖനങ്ങൾ കിട്ടാനുണ്ട്, ഒരുപാട് പറഞ്ഞതും കേട്ടതുമൊന്നും എഴുതാനിനകത്തിന് ഉണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്നും കൂടി എഴുതുക. 1 കൊരിന്ത്യർ 5:9 അത് കിട്ടാനുള്ള ലേഖനങ്ങളും എഴുത്തുകളുമാണ്, കുറച്ച് എഴുത്തുകളൊക്കെ. നിർപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ എഴുതിയിരുന്നല്ലോ. ഞാനൊരു ലേഖനത്തിൽ എഴുതിയിരുന്നു, ദുർനിറപ്പുകാരോട് സംസർഗമരുത്. പൗലോസ്ലിയുടെ ഒരു ലേഖനത്തിൽ ഇപ്പം ലഭ്യമായിട്ടുള്ള ഒരു ലേഖനത്തിലും ആ ഒരു വാക്യമില്ല, കാണുകയില്ല. കാരണം ആ ലേഖനം ലഭ്യമല്ല. ആ ലേഖനം എങ്ങനെയോ നഷ്ടപ്പെട്ടു, സഭയിൽ ഒരു ലേഖനം എഴുതിയത് പോയി. ഞാനിത് പറഞ്ഞത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, ഇന്നത്തെ നമ്മുടെ ഈ വേദപുസ്തകം പരിപൂർണമല്ല, ഒത്തിരി ലേഖനം ഇനി കിട്ടാനുണ്ടെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അതോടെ വന്നെങ്കിലേ പൂർണ്ണമാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുന്നത്. അതിനുശേഷം ആട്ടം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം ശ്രദ്ധിക്കുക. ഈ 2 ദിനവൃത്താന്തത്തിലും എഴുതിയതിനു ശേഷം പറഞ്ഞത് 2 ദിനവൃത്താന്തത്തിലും വേദഭാഗമുണ്ട്. അതുപോലെ 9-ാം അധ്യായം 29-ാം വാക്യത്തിലും 9-ാം അധ്യായം 29-ാം വാക്യം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 30-ാം അതിൽ ഒരു ലിസ്റ്റ് ശ്രദ്ധിക്കും. ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അവിടെ കുറച്ചധികം ബുക്കുകൾ 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്കുകളൊന്നും ഇന്ന് ലഭ്യമല്ല, പഴയ നിയമത്തിലില്ല, കിട്ടാൻ പോകുന്നുമില്ല. കാരണം അതെങ്ങും ലഭ്യമല്ല, ലോകത്തിലെവിടെ ലഭ്യമല്ല. ഒത്തിരി പുസ്തകത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് 2 ദിനവൃത്താന്തത്തിൽ. പക്ഷേ ആ പുസ്തകം നമുക്കുണ്ടെന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് നമുക്കത് ലഭ്യമല്ല എന്നാണ് അവിടെ 2 ദിനവൃത്താന്തം 9-ാം അധ്യായവും 20-ാം അധ്യായവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്. ഒരു കൂടി അവിടെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യം. അതൊരു പ്രവചന പുസ്തകമായിരുന്നു പഴയ നിയമത്തിലെ. പക്ഷെ അത് എവിടെയാണെന്ന് അറിയത്തില്ല. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് വായിച്ചു അവിടെ. അതായത് പഴയ നിയമത്തിൽ കർത്താവിന്റെ കാലത്തുണ്ടായിരിക്കാം, പക്ഷേ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിന്റെ കൊട്ടേഷൻ. പക്ഷെ എവിടെയാണെന്ന് പറയുന്നത് നമ്മുടെ ഭയപ്പെടുത്തില്ല. പഴയ നിയമത്തിലില്ല. ആ നസ്രായൻ വിളിക്കപ്പെടും എന്ന ഒരു പുസ്തകം പഴയ നിയമത്തിലെ കൊട്ടേഷൻ കൈപറ്റുന്നതുമായി എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം ഒരു പുസ്തകം, യൂദായുടെ പുസ്തകം, ഒരു അധ്യായം മാത്രമേ ഉള്ളൂ, ഏറ്റവും അവസാന ഭാഗത്ത് വരും. 14-ാം വാക്യം ഒരുത്തെക്കുറിച്ച് എഴുതിക്കുന്നുണ്ട്, ഹാനോക്കിന്റെ പ്രവചനം, അല്ലേ? ആദാം മുതൽ എവിടം വരിക? ആദാം മുതൽ ഹാനോക്ക് വരും. ഹാനോക്കിന്റെ പ്രവചനത്തിന്റെ പുസ്തകം ആദാം മുതൽ ഹാനോക്ക് വരും. അതിനെക്കുറിച്ച് അത് യൂദായുടെ പുസ്തകം ഒരു അധ്യായം 14-ാം വാക്യം എഴുതുക. ഇനിയൊരു പുസ്തകം കൂടെ എഴുതിയിട്ടു, അത് കഴിഞ്ഞിട്ട് ആ ഭാഗം വിടുകയാണ്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കേണ്ട, സമയം കുറവാണ്. യഹോവയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. യഹോവയുടെ പുസ്തകം വേദപുസ്തകത്തിൽ വരേണ്ടതാ, പക്ഷെ അത് ലഭ്യമല്ല. യഹോവയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ വേദപുസ്തകമല്ല, അത് ഒരു പുസ്തകമാണ്. അത് പണ്ഡിതന്മാർ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ പുസ്തകത്തെക്കുറിച്ച് വേറെയുമുണ്ട്. യഹോവയുടെ പുസ്തകവും ലഭ്യമല്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നും വേദപുസ്തകം വായിച്ചതിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് മനസ്സിലായത്? നമുക്ക് വേദപുസ്തകം ഇതിൽ തന്നെ പൂർണ്ണമല്ല. അതുകൊണ്ട് ചില പ്രമാണങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സഭയുടെ വിശ്വാസ സത്യങ്ങൾ പകർന്നു തന്നിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച് ഏകദേശം ഒരു ആമുഖം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷൻസിനെ കുറിച്ച് ചെറിയ ആമുഖവും നമുക്ക് ഏകദേശം ഒന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി സഭ
അതിനെക്കുറിച്ച് ആമുഖം മാത്രം തരികയാണ്. സഭയെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, സഭയ്ക്ക് നമുക്ക് വലിയ പ്രാധാന്യം. നമ്മൾ സഭയെക്കുറിച്ച് പറയുന്നത് എന്താ പറയുന്നറിയാമോ? പരിശുദ്ധ സഭയെന്ന, അല്ലേ? വെറും സഭയെന്ന് പറയുകയില്ല. പരിശുദ്ധ ദേവാലയം, പരിശുദ്ധ സഭ എന്ന് മാത്രമേ സഭയെക്കുറിച്ച് നമ്മൾ പറയാറുള്ളൂ. സഭയ്ക്കും വേദപുസ്തകത്തിനും പാരമ്പര്യത്തിനും, ഞാനതാ പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ എഴുതി, വേദപുസ്തകം എന്ന് എഴുതി, സഭയെന്ന് എഴുതി, പാരമ്പര്യമെന്നും എഴുതി. വേദപുസ്തകത്തിന് ഉന്നത സ്ഥാനമുണ്ട്, പാരമ്പര്യത്തിനും അതുപോലെ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, പരിശുദ്ധയ്ക്കും നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനും നമ്മൾ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് ചിന്തിക്കുന്നത്. അതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. സഭയെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ക്രിസ്തുവിൻ്റെ ആരാണ്? മണവാട്ടി. എല്ലാവർക്കും അറിയാമല്ലത്. യേശു ക്രിസ്തു മണവാളൻ, ക്രിസ്തു മണവാട്ടിയുമാണ്. മണവാട്ടി സഭ എന്നാണ് പറയുന്നത്. ഈ മണവാട്ടി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നത്. അതിന്റെ മണവാട്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നല്ല ഒരുങ്ങിയിരിക്കണം. ഒരു വിവാഹത്തിന് കൊണ്ട് നിർത്തുന്ന മണവാട്ടിയെ പോലെ നല്ല ഒരുങ്ങിയിരിക്കണം. അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് വിവാഹത്തിന്, സുന്ദരികളിൽ അതി സുന്ദരി നീ ജാതികളിൽ സൂനു. മണവാട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, ആ കൊച്ചിനെ കുറിച്ചല്ല പറയുന്നത്. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. ഈ സഭയെന്ന് പറയുന്നത് മണവാട്ടിയാണ്. മണവാട്ടി സ്ത്രീലിംഗമായതുകൊണ്ട് പുരുഷന്മാർ പേടിക്കേണ്ട, പുരുഷന്മാരും മണവാട്ടിയാണ്. യേശു ക്രിസ്തുവിനെ, അതിൻ്റെ കാരണം മണവാട്ടി സഭയെന്നാണ് സഭയെ മൊത്തത്തിൽ പറയുന്നത്. സഭ സ്ത്രീലിംഗമാണ്. സഭാമാതാവ് എന്നൊക്കെ പറയുമ്പോൾ സഭ സ്ത്രീലിംഗത്തിലാണ്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടും. ലോകത്തിലേ ഉള്ളൂ പ്രിയമുള്ളവരെ പുരുഷനും സ്ത്രീയും. സ്വർഗത്തിൽ ചെന്നാൽ എന്തുണ്ട്? സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. സ്ത്രീക്ക് പ്രത്യേക ആത്മാവും പുരുഷന് പ്രത്യേക ആത്മാവും, പാവപ്പെട്ടവനും പണക്കാരനും പ്രത്യേക ആത്മാവും, വെളുത്തവനും കറുത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും, കഴിവുള്ളവനും കഴിവില്ലാത്തവനും പ്രത്യേക ആത്മാവ് ഒന്നേ ഉള്ളൂ. അവിടെ എല്ലാവർക്കും ഒന്ന്. 5 പേർ വിവാഹം കഴിച്ചു, അല്ലേ? അവിടെ ചെന്നപ്പോൾ ചോദിച്ചു ആരുടെ ഭർത്താവ്, ആരുടെ ഭാര്യ? കർത്താവ് എന്ത് പറഞ്ഞു? അവിടെ അതൊന്നുമില്ല പ്രിയമുള്ളവർ, അവിടെ എല്ലാവരും ഒരുപോലെ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? സ്വർഗത്തിൽ യോഹന്നാൻ സ്ത്രീയായിക്ക് സ്ഥാനം കുറവാണെന്നാണോ? അല്ല, അത് വലിയ അർത്ഥമുള്ളതാണ്. അവിടെ എല്ലാവരും ഒരു ലോകത്തിൽ വരുമ്പോൾ വലിയവനും ചെറിയവനും കാണും. പക്ഷേ എൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ എന്നാണ് അതിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് മണവാട്ടിയാണ്. ഈ മണവാട്ടി എന്ന് പറയുന്നതാണ് സഭയെ. കർത്താവ് പറയുന്നതാണ് നിങ്ങൾ എൻ്റെ ശരീരമാണ്, അല്ലേ? വിവാഹ ശുശ്രൂഷയിൽ എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു ശരീരത്തിൻ്റെ, അല്ലേ, തലയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മണവാളൻ മണവാട്ടിയുടെ തലയല്ലേ? വായിച്ചിട്ടുണ്ടല്ലോ എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാകുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. സഭയെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടി, ക്രിസ്തുവിൻ്റെ ശരീരം. ശരീരത്തിൻ്റെ തലയാകും ആരാകും? ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ്. കുടുംബ ബന്ധത്തിൽ മണവാട്ടിയുടെ തല ആരാണ്? ഭാര്യയുടെ തല ഭർത്താവാണ്, അല്ലേ? ഞാനെപ്പോഴും വിവാഹ ഉദാശയിൽ സാധാരണ പ്രസംഗിക്കുന്നതിന് പകരം പൗലോസ്ലീഹായുടെ ഈ ലേഖനം ഒന്ന് ഇലാബറേറ്റ് ചെയ്തേ. സ്ത്രീകൾക്ക് ഇച്ചിരി പ്രയാസം വരാറുണ്ട്, വരാൻ സാധ്യതയുണ്ട്. സകലത്തിലും കീഴ്പ്പെടണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴ്പ്പെടണം, പൗലോസ്ലീഹായുടെ വാക്യമാണ്. പ്രിയമുള്ളവർ, സഭയുടെ തല ക്രിസ്തുവാകുന്നു, ക്രിസ്തുവിൻ്റെ ശരീരം സഭയാകുന്നു. അപ്പോൾ സഭ വിശുദ്ധമാണോ? ക്രിസ്തുവിൻ്റെ ശരീരം വിശുദ്ധമാണ്, അല്ലേ? ക്രിസ്തുവിൻ്റെ ശരീരം സഭയാകുമ്പോൾ സഭ വിശുദ്ധ. അതുകൊണ്ടാണ് നമ്മൾ വെറും സഭ എന്ന് പറയാത്തത്. നമ്മൾ പറയുന്നത് പരിശുദ്ധ സഭ എന്നാണ് പറയുന്നത്. അറിയാതെ പറഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരം മണവാട്ടി. പ്രത്യേകമായിട്ട് ഓർക്കുക, സഭ കർത്താവ് സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ വചനം പോലെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് വേദപുസ്തകമെങ്കിൽ
വായിൽ വന്ന വചനമാണ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ആര് സ്ഥാപിച്ചു? കർത്താവ് സ്ഥാപിച്ചു. എന്ന് സ്ഥാപിച്ചു പറഞ്ഞ് ഞാൻ 2 ഓപ്ഷൻ തരാം. പെന്തിക്കോസ്ത് ദിവസം സ്ഥാപിച്ചു, അതിന് മുമ്പ് സ്ഥാപിച്ചു. എന്ന് സ്ഥാപിച്ചു? 2 ഓപ്ഷൻ കിടക്കണം. ഇഷ്ടമുള്ളത് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല, ഒരു ക്ലാസ് അല്ലേ. പെസഹായുടെ രാത്രിയിൽ സ്ഥാപിച്ചു. പെസഹാ രാത്രിയിൽ സഭ സ്ഥാപിച്ചു. പെന്തിക്കോസ്ത് ദിവസം എന്ന് പറയുന്നത് അത് ശക്തിപ്പെടുത്തുകയാണ്. പെന്തിക്കോസ്ത വിശ്വാസികൾ പറയുന്നത് സഭ സ്ഥാപിച്ചത് പെന്തിക്കോസ്ത് ദിവസമാണ്. തെറ്റാണ് എന്ന് പറയുന്നത് വിചാരിച്ചാൽ മാത്രം മതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം, കുറച്ച് വാക്യങ്ങൾ വാക്യം എഴുതിയും സഭാ സ്ഥാപനം ഘടിപ്പിച്ചിട്ട് എഴുതിയിട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-28, മർക്കോസിന്റെ സുവിശേഷം 14-22 മുതൽ 26 വരെ, മർക്കോസ് 14-22-26, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-27, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-22 മുതൽ 26, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 20 വരെ. ഒരുക്കി 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 25. അതിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 25. ഓർമ്മയ്ക്കായി ഞാൻ വരുന്നത് വരെയും ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട്, ആരെ ഏൽപ്പിച്ചുകൊണ്ട്? എപ്പിസ്കോപ്പസി, അപ്പോസ്തോലികത്തെ അപ്പോസ്തോലന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അന്ന് അവിടെ കുർബാന സ്ഥാപിച്ചു, സഭയും സ്ഥാപിച്ചു. അതാണ് സഭയുടെ സ്ഥാപനം എന്ന് പറയുന്നത്. വിശുദ്ധമായ കൂദാശയിലൂടെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. കണ്ടാലും ലോകാവസാനത്തോളം ഇതുപോലെ ചെയ്യുവീൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ, ദാമോ ദാമോ ദോസേനോ അല്ലേ, വിശുദ്ധ കുർബാനയിൽ നമ്മളെന്നും കാണുന്നതാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. ഇതാണ് കുർബാനയുടെ സ്ഥാപനം ആയിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. വാക്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം, മണിയടിച്ചതുകൊണ്ട് ചിലപ്പോൾ കേട്ടില്ല എങ്കിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-28, മർക്കോസ് 14-22 മുതൽ 26 വരെ, ലൂക്കോസിന്റെ സുവിശേഷം 22-15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 11-23 മുതൽ 25 വരെ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനായുള്ള എൻ്റെ രക്തം. എല്ലാവർക്കും ആ വാക്യങ്ങൾ കാണാതറിയാം. അത് നിങ്ങൾ വീട്ടിൽ പോയി കൂടുതലായിട്ട് പഠിക്കണം എന്ന സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പെന്തിക്കോസ്ത് നാളിൽ ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ചെയ്യുന്നത്, 2-ാം അധ്യായമാണല്ലോ പെന്തിക്കോസ്ത് പെരുന്നാളിൻ്റെ സംഭവം കുറിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ്. 2 മുതൽ 1 മുതൽ എന്ന് എഴുതിയാൽ മതി, 1 ഇട്ടിട്ട് എഴുതിയാൽ മതി. അവിടെ പറയുന്നത് എന്താണ്? സഭയെ ശക്തീകരിക്കുകയായിരുന്നു. ശക്തി ലഭിക്കുവോളം ഊർശലേമിൽ തന്നെ പാർപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. അങ്ങനെ ആ ശക്തി ലഭിക്കുവാൻ തക്കതിനോട് പരിശുദ്ധ റൂഹായി അയച്ചു. അഗ്നി നാവിൻ്റെ രൂപത്തിൽ അവരിലേക്ക് അയച്ചു. അവർ ശക്തി പ്രാപിച്ച് യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളവും പോയി ദൈവത്തിൻ്റെ സുവിശേഷം സഭയെ സ്ഥാപിച്ചു. അങ്ങനെയാണ് മാർത്തോമാ ശ്ലീഹ ആ പരിശുദ്ധ സഭയെ എവിടെ സ്ഥാപിക്കുന്നത്? ഇവിടെയും സ്ഥാപിച്ചത്. ലോകാവസാനത്തോളം എൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് സഭ എന്ന് പറയുന്നത്. സഭ അതിവിശുദ്ധമാണ്. ഈ സഭയെ നമുക്ക് കുറ്റം പറയുവാൻ നിവൃത്തിയില്ല. അല്ല, സഭയെ കുറ്റം പറയാൻ നമുക്കൊരു എളുപ്പമുണ്ട്. സഭ നിങ്ങൾ ആ അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. നിവൃത്തിയുള്ളെങ്കിൽ നമ്മൾ സഭയെ ആരും കുറ്റം പറയത്തില്ലല്ലോ, പറയാനൊക്കെ. സഭയിൽ ആളുകളെയൊക്കെ കുറ്റം പറഞ്ഞാലും സഭയെ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുത്. കാരണം സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശരീരത്തെ പറയുന്നതിന് തുല്യമാണ്. പഴയ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയെ നമ്മൾ വിശുദ്ധ ദേവാലയത്തെ കൈ ചൂണ്ടുക പോലുമില്ലായിരുന്നു. കൈ ചൂണ്ടിയാൽ കൊച്ചു വളരെ പേടിപ്പിക്കുന്നതായിരിക്കാം, കയ്യെ കടിക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊരു ഭക്തി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷേ അങ്ങനെ പാരമ്പര്യമായിട്ട് സഭയെ നമ്മൾ വിശുദ്ധമായിട്ട് കൊണ്ടാടുകയാണ്. ഇത്ര മാത്രമാണ് ആമുഖമായിട്ട്. ഇനി കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 12 മണിക്ക് ഇവിടെ നമസ്കാരമുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഇന്ന് കേട്ട കാര്യങ്ങൾ ആമുഖം മാത്രമാണ്. അടുത്ത ആഴ്ചയിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം. വന്ന് ഇത് മുഴുവനും എഴുതി ഭംഗിയായി സൂക്ഷിച്ച് ഈ വിശ്വാസം നമ്മൾ പഠിക്കണം.
നമ്മൾ പഠിച്ച വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകരണം. അങ്ങനെ സഭ മുഴുവനും വേദപുസ്തകം, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ വിശ്വാസം പഠിച്ചുകൊണ്ട് സ്വർഗീയ ആരാധനയെ സംബന്ധിക്കുവാനും സ്വർഗീയരായി തീരുവാനും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു വളരെ അനുഗ്രഹപ്രദമായ ഒരു അവസരം ബഹുമാനപ്പെട്ട ഔഗൻ റമ്പാച്ചനിലൂടെയും ബഹുമാനപ്പെട്ട വന്യവൈദിക ശ്രേഷ്ഠരിലൂടെ ലഭിച്ച കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. കേട്ട വചനങ്ങൾ ഭവനത്തിൽ പോയി ഒന്നുകൂടി ഈ നോട്ട് ഭംഗിയായിട്ട് നോക്കി വീട്ടിൽ പോയി ഒരു ഹോംവർക്ക് ചെയ്ത് അടുത്ത ആഴ്ചയിൽ വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.